Good afternoon all. Good afternoon, Miss. Good afternoon, Miss. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന ചാപ്റ്റർ ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ 5 പോയിന്റ്സ് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. നെക്സ്റ്റിന് നമ്മൾ നോക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ സംതൃപ്തിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്നാണ് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. നോക്കാം, ഓരോ പോയിന്റ് വായിക്കാം കേട്ടോ, ശ്രദ്ധിക്കുക. ഫസ്റ്റ് വൺ, healthcare institutions are basically patient centric. അല്ലെ, അതായത് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റൽസ് ആർ ബേസിക്കലി പേഷ്യന്റ് സെൻട്രഡ് അല്ലെ, അതായത് രോഗി കേന്ദ്രീകൃതമാണ്. പേഷ്യൻസിനാണ് അവിടെ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. മിക്ക ഹോസ്പിറ്റലുകളും അങ്ങനെ തന്നെയാണ് അല്ലെ. സ്റ്റാഫിനെയും ഡോക്ടേഴ്സിനെയൊക്കെ അപേക്ഷിച്ച് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പേഷ്യൻസിനാണ്. സോ ഇതൊരു പേഷ്യന്റ് സെൻട്രിക് ആണ്. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. Patient satisfaction is the strongest determinant of hospital functioning. രോഗിയുടെ സംതൃപ്തി, പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, രോഗിയുടെ സംതൃപ്തിയാണ് ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനത്തിന്റെ ശക്തമായിട്ടുള്ള നിർണയം. ഡിറ്റർമിനൻസ് എന്ന് വെച്ചാൽ ഒരു മുഖ്യ ഘടകം എന്നുള്ളൊരു മീനിങ്, ഒരു നിർണയം. ഹോസ്പിറ്റലിന്റെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങളുടെ മുഖ്യ ഘടകം എന്ന് പറയുന്നത് രോഗിയുടെ സംതൃപ്തിയാണ്. മൂന്നാമത്തെ പോയിന്റ്, ultimate goal of the hospital is the condiments of its customer. Condiments വെച്ചിട്ടുണ്ടെങ്കിൽ സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ തന്നെ. അപ്പോ അൾട്ടിമേറ്റ് ഗോള് അതായത് എന്താണ്, ഉപഭോക്താവിന്റെ സംതൃപ്തിയാണ്, അതായത് പേഷ്യൻസിന്റെ സംതൃപ്തിയാണ് ഒരു ഹോസ്പിറ്റലിന്റെ അൾട്ടിമേറ്റ് ഗോള്. മുഖ്യ ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ സംതൃപ്തിയാണ്. നാലാമത്തെ പോയിന്റ്, not only to satisfy and care for patients and families, but also positive outcomes for staff, the community and health organization. Okay, not only satisfy, അതായത് ഒരു പേഷ്യൻസിനെയും പേഷ്യൻസിന്റെ ഫാമിലിയെയും മാത്രം സംതൃപ്തിപ്പെടുത്താൻ പോരാ, മറിച്ച് ബട്ട് ഓൾസോ പോസിറ്റീവ് ഔട്ട്കംസ് അല്ലെ, പോസിറ്റീവ് ആയിട്ടുള്ള ഫലങ്ങള് സ്റ്റാഫിനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി ആൻഡ് ഓർഗനൈസേഷൻ, ഹോസ്പിറ്റലുകൾക്കും അതുപോലെ തന്നെ സ്റ്റാഫിനും, ആരോഗ്യ സ്ഥാപനത്തിനും സ്റ്റാഫുകൾക്കും നല്ല ഫലങ്ങൾ കൊടുക്കാന്ന്. അതായത് പേഷ്യൻസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാന്ന് മാത്രമല്ല, മറിച്ച് സ്റ്റാഫുകൾക്കും ആ ഒരു സമൂഹത്തിനും ഇമ്പോർട്ടൻസ് നൽകുക. ലാസ്റ്റ് പോയിന്റ്, patient satisfaction relies on workers' motivation, dedication and duty towards the patients. അല്ലെ, ഒരു രോഗിയുടെ സംതൃപ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പേഷ്യൻസിന്റെ അല്ലെങ്കിൽ തൊഴിലാളികളുടെ പ്രചോദനം. റിലേഴ്സ് ഓഫ് വർക്കേഴ്സ്, റിലേഴ്സ് എന്ന് വെച്ചാൽ പ്രവർത്തിക്കുക, അതായത് തൊഴിലാളികളുടെ മോട്ടിവേഷൻ, തൊഴിലാളികളുടെ പ്രചോദനം, അതുപോലെ തന്നെ അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ ഒരു അർപ്പണബോധം. ഡ്യൂട്ടി ടുവേർഡ്സ് ദ പേഷ്യൻസ്, അതായത് സ്റ്റാഫുകള് രോഗികളോടുള്ള കടമ, അവരുടെ ഒരു പേഷ്യൻസും അങ്ങനെയുള്ള കടമ നിർവഹിക്കുക എന്ന് ഇത്രയും കാര്യങ്ങളാണ് ഒരു രോഗിയുടെ സംതൃപ്തിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് സ്റ്റാഫുകൾക്ക് പേഷ്യൻസിനോടുള്ള ഒരു അർപ്പണബോധം, അവരുടെ ഒരു പ്രചോദനം, പേഷ്യൻസിനോടുള്ള ഒരു ഡ്യൂട്ടി, അവരുടെ കടമകൾ ചെയ്യുക, ഇതെല്ലാമാണ് ഒരു പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. ഓക്കെ, 5 പോയിന്റ് ആണ് ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 5 പോയിന്റ്സ് ഒന്ന് വായിക്കുക, അർത്ഥം മനസ്സിലാക്കി വായിക്കണേ. സിമ്പിൾ ആണ്, വായിച്ച മനസ്സിലാകുന്ന പോയിന്റ്സുകളാണ് കേട്ടോ. ഒന്ന് വായിച്ചു നോക്കാം. മൂന്നാമത്തെ പോയിന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ് ഗോള്, അതായത് ഒരു കോണ്ടിമെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംതൃപ്തി, സാറ്റിസ്ഫൈഡ്. ഒരു ഹോസ്പിറ്റലിന്റെ അൾട്ടിമേറ്റ് ഗോള്, അതായത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
പേഷ്യന്റിനെ സാറ്റിസ്ഫൈഡ് ആക്കുക, സംതൃപ്തി, പേഷ്യന്റിന്റെ സംതൃപ്തിയാണെന്ന് എല്ലാത്തിലും പറയുന്ന ഒരു കാര്യമാണ്. പേഷ്യന്റിന്റെ സംതൃപ്തിക്കാണ് അവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഫോർത്ത് വൺ പറയുന്നത് എന്താണ്? അതായത് പേഷ്യൻസിനെയും പേഷ്യന്റിന്റെ ഫാമിലിയും മാത്രം സംതൃപ്തിപ്പെടുത്തിയാൽ പോരാ, മറിച്ച് നല്ലൊരു ഫലങ്ങൾ സ്റ്റാഫിൽ നിന്നും അതുപോലെ തന്നെ സമൂഹത്തിനും ദെൻ ഓർഗനൈസേഷൻ, ആ ഒരു ഹോസ്പിറ്റലിലും നല്ലൊരു ഫലങ്ങൾ ഉണ്ടായിരിക്കണം. അതായത് സ്റ്റാഫുകളോടും കുറച്ച് ഇമ്പോർട്ടൻസ് ഒക്കെ അവർക്കും കൊടുക്കുക. ഓക്കെ, ഒരു പോയിന്റ് വായിക്കുമ്പോൾ അതിന്റെ മീനിങ് ഒന്ന് മനസ്സിൽ ഒന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെ വായിച്ചു പോവാട്ടോ, അല്ലാതെ ചുമ്മാ ജസ്റ്റ് വായിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകാത്തൊരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് എന്താണ്? പേഷ്യന്റിന്റെ സംതൃപ്തി പ്രവർത്തിക്കുന്നത് എന്തിലൊക്കെയാണ്? വർക്കേഴ്സ് മോട്ടിവേഷൻ, സ്റ്റാഫുകളുടെ ഒരു പ്രചോദനത്തിലും അതുപോലെ തന്നെ അവരുടെ ഡെഡിക്കേഷൻ, അവരുടെ അർപ്പണബോധം, ദെൻ അവർക്ക് പേഷ്യൻസിനോടുള്ള കടമ, ഇതിലൊക്കെയാണ് ഒരു പേഷ്യന്റിന്റെ സംതൃപ്തി എന്ന് പറയുന്നത്. നമുക്ക് ചെയ്തു തരുന്ന കാര്യങ്ങൾക്കെല്ലാം നമുക്ക് സംതൃപ്തി ഉണ്ടാവുള്ളൂ. പേഷ്യന്റ്, ഡോക്ടർ, സ്റ്റാഫുകൾ നമുക്ക് ചെയ്യുന്ന ഡ്യൂട്ടി, നമ്മളോടുള്ള ഉത്തരവാദിത്തം, നല്ല രീതിയിൽ നമ്മളോട് അവർക്ക് ഒരു സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുകയുള്ളൂ. ഓക്കെ, സെന്റൻസുകളെ കുറച്ച് ഇങ്ങനെ കടുപ്പുള്ള വാക്കുകൾ തന്നിരിക്കുന്നതാണ് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തത്. അതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. ആ കൺസെപ്റ്റ് മനസ്സിലാക്കി വായിച്ചാൽ മതി. ഓക്കെ, ചെറിയ കാര്യങ്ങളാണ് അതിനുള്ളിൽ പറയുന്നത്. ഇനി വായിക്കുമ്പോ കുറച്ച് കടുകട്ടി വേർഡ്സ് ആണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നുള്ളൂ. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല, കൺസെപ്റ്റ് മനസ്സിലാക്കാം. നെക്സ്റ്റ് നോക്കാം, ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യന്റിന്റെ സംതൃപ്തി മെഷർ ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ ആവശ്യകതകൾ എന്താണെന്ന് നോക്കാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് സ്കെയിൽ ടു മെഷർ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം. പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻറ്റ് സ്കെയിൽ ആണ്, അല്ലെ, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് ടു മെഷർ ഓവറോൾ ഹെൽത്ത് കെയർ ക്വാളിറ്റി. ഒരു ഹെൽത്ത് കെയറിന്റെ മൊത്തത്തിലുള്ള ഗുണനിലവാരം, അല്ലെ, ഒരു ഹോസ്പിറ്റലിന്റെ ടോട്ടൽ ഗുണനിലവാരം അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ക്വാളിറ്റി പരിശോധിക്കാൻ അല്ലെങ്കിൽ ക്വാളിറ്റി അളക്കുന്നതിനുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, രോഗിയുടെ സംതൃപ്തി. നമുക്കറിയാം, ഒരു ഹോസ്പിറ്റലില് നല്ലൊരു ക്വാളിറ്റിയും നല്ല ഫെസിലിറ്റീസും അവൈലബിൾ ആണെങ്കിൽ അതിനർത്ഥം പേഷ്യന്റ് അവിടെ സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അല്ലെ? ആണോ? നിങ്ങൾക്ക് നല്ലൊരു ഡോക്ടേഴ്സിന്റെ സേവനവും അതുപോലെ തന്നെ എല്ലാ ഫെസിലിറ്റികളും ആ ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്തു തരുന്നുവെങ്കിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ലേ? ആണോ? സാറ്റിസ്ഫൈഡ് ആയിരിക്കും, അല്ലെ? തീർച്ചയായിട്ടും ആണ്. ഓക്കെ, നോക്കാം. വിത്ത് ദ ഹെൽപ്പ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ, പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ സർവേകളിലൂടെ നമുക്ക് അവരുടെ സംതൃപ്തി അളക്കാൻ സാധിക്കുന്നു. കണ്ടിന്യൂസ് മെഷറിംഗ് ഓഫ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യന്റ് എക്സ്പീരിയൻസ് ക്യാൻ ബി അറ്റൈൻഡ്, അല്ലെ? അതായത് നമ്മൾ പറഞ്ഞു, ഹോസ്പിറ്റലിൽ കിടക്കുന്ന പേഷ്യൻസുകൾക്ക് അവർക്ക് നമുക്ക് സർവേ ക്വസ്റ്റ്യനെയർ കൊടുക്കാം, അല്ലെ? ദെൻ അവർ ആ സർവേക്ക് ക്വസ്റ്റ്യനെയർ ഒക്കെ വായിച്ചു അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവരുടെ സംതൃപ്തി എത്രത്തോളം ഉണ്ടെന്ന് പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് ലഭിക്കും, അല്ലെ? അപ്പൊ ആ ഫീഡ്ബാക്കിലൂടെ നമുക്ക് അറിയാൻ പറ്റും പേഷ്യന്റിന്റെ അനുഭവങ്ങൾ എന്താണെന്ന്, അല്ലെ? അനുഭവങ്ങൾ മാത്രമല്ല, എവിടെയൊക്കെയാണ് പോരായ്മകൾ വന്നിരിക്കുന്നത്, ആ പോരായ്മകൾ നമുക്ക് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലുകാർക്ക് സാധിക്കുന്നു. Then it is an invaluable tool to catch patient feedback without much effort. ഏതാണ് ഇൻവൈറ്റബിൾ ടൂൾ എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ആൻ ഇൻവൈറ്റബിൾ ടൂൾ. ഏതാണ് ടൂൾ എന്ന് പറയുന്നത്? അതിന്റെ ആൻസർ ഏതാ? ഇറ്റ് ഈസ് ആൻ ഇൻവാലുവബിൾ ടൂൾ ടു ക്യാച്ച് പേഷ്യന്റ് ഫീഡ്ബാക്ക്. പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് വലിയ അധികം എഫോർട്ട് ഒന്നും കൂടാതെ തന്നെ നമുക്ക് ലഭിക്കുന്നതിനുള്ള ഒരു ഇമ്പോർട്ടന്റ് ടൂൾ ആണ്. ഏതാണ് ടൂള്? എക്സാമിന് ചോദിക്കും, ഏതാണ്? Dash is an invaluable tool to catch patient feedback without much effort. ഏതാണ് ടൂള്? പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ. സർവേകളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് എടുക്കാം. വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ?
സർവേ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ പേഷ്യന്റിന്റെ അടുത്ത് പോയി ചോദിച്ചറിയുക എന്ന് പറഞ്ഞത് ഇച്ചിരി സമയമൊക്കെ എടുക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ സർവേ നടത്താനായിട്ട് വലിയ ടൈം എന്തെങ്കിലും വേണോ? പേഷ്യൻസിന് ആ ക്വസ്റ്റ്യനെയർ നമ്മൾ കൊടുക്കുക, അവരുടേതായിട്ടുള്ള ആൻസറുകൾ ടിക്ക് ചെയ്ത് തരും അല്ലെ. അപ്പൊ നമുക്ക് വലിയ എഫേർട്ട് ഒന്നും ഇല്ലാത്ത ഒരു വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് അതിലൂടെ നമുക്ക് ഫീഡ്ബാക്ക് ചെയ്യാനും സാധിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് 5 reasons why you should measure patient satisfaction. നമ്മള് പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കുന്നതിനുള്ള 5 റീസൺസ്. എന്തിനെല്ലാം വേണ്ടിയിട്ടാണ് നമ്മള് ഇങ്ങനെ പേഷ്യന്റ് സംതൃപ്തിയാണോ എന്ന് അളക്കുന്നത്, ഏതെല്ലാം റീസണിലൂടെയാണെന്ന് അതിന്റെ കാരണങ്ങളാണ് ഇനി അടുത്തത് പറയുന്നത്. അപ്പോ 5 റീസൺസ് ആണ് അതിനുള്ളത്. ഓരോ റീസൺസ് എന്താണെന്നും ദെൻ ഹോസ്പിറ്റലിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്. ഈ 5 റീസൺസിനെ കുറിച്ചാണ് ഇനി നമ്മൾ അടുത്ത സെക്ഷനിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോ ഫസ്റ്റില് നമുക്ക് 5 റീസൺസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 5 reasons why should measure patient satisfaction. പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കുന്നതിനുള്ള റീസൺസ് നോക്കാം. ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസസ്. ഉയർന്ന നിലവാരത്തിലുള്ള ഒരു രോഗി പരിചരണ സേവനം നൽകുന്നതിന്. രണ്ടാമത്തെ റീസൺ ടു മെഷർ ഹോസ്പിറ്റൽ സ്റ്റാഫ് പെർഫോമൻസ് അല്ലെ, സ്റ്റാഫുകളുടെ പെർഫോമൻസിന് അളക്കാൻ മെഷർ ചെയ്യുന്നതിന്. ടു നോ ആംഗ്രി ആൻഡ് മിഫ്ഡ് പേഷ്യൻസ്. ആംഗ്രി പേഷ്യൻസ്, ദേഷ്യമുള്ള പേഷ്യൻസിനെയും മിഫ്ഡ് അതായത് മൂഡ് ഓഫ് ആയിട്ടുള്ള നിരാശയുള്ള പേഷ്യൻസിനെ മനസ്സിലാക്കുവാൻ. Then to improve patient care experience, രോഗിയുടെ അനുഭവം ഇംപ്രൂവ് ചെയ്യിപ്പിക്കുവാൻ. Then അഞ്ചാമതായിട്ട് പറയുന്ന റീസൺ ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്. പേഷ്യൻസിന്റെ ധാരണ, രോഗികളുടെ ധാരണ ഇംപ്രൂവ് ചെയ്യിക്കുക. ഓക്കെ, ഇങ്ങനെയുള്ള 5 റീസൺസ് ആണ് പറയുന്നത്. ഇനി 5 റീസൺസിനെ കുറിച്ച് ഓരോ റീസണിനെ കുറിച്ചും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് പറയുകയാണ്. ഓക്കെ, ആ ബോക്സിലുള്ളതൊന്ന് വായിക്കുക. 5 റീസൺസ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. 5 റീസൺസ് വായിക്കുക. ഫോർത്ത് വൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന്റെ ഇംപ്രൂവ്മെന്റ്സ്, അതായത് എന്താണ് പേഷ്യന്റ് കെയർ എക്സ്പീരിയൻസ്, അവരുടെ പരിചരണം കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യിക്കുക, രോഗികളോടുള്ള പരിചരണം ഇംപ്രൂവ് ചെയ്യിപ്പിക്കുക. ലാസ്റ്റ് വൺ പേഷ്യന്റ് റിട്ടൻഷൻ റേറ്റ്, ധാരണ വർദ്ധിപ്പിക്കാൻ. അതായത് നമുക്കൊരു ഹോസ്പിറ്റലിലൂടെ ഒരു ധാരണകളൊക്കെ ഉണ്ടാകും ഇല്ലേ, ആ ഹോസ്പിറ്റൽ നല്ലതാണ്, നല്ല ഡോക്ടേഴ്സ് ആണ് എന്നൊക്കെയുള്ളൊരു ധാരണ ഉണ്ടാവില്ല, ധാരണ വർദ്ധിപ്പിക്കുക. മിഫ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേഷ്യപ്പെട്ട അല്ലെങ്കിൽ എന്താ പറയാ ഒരു മാനസികാവസ്ഥ മീൻസ് ഒരു സന്തോഷമില്ലാത്ത ഹാപ്പിയസ്റ്റ് അല്ലാത്ത പേഷ്യൻസുകളില്ലേ, മൂഡ് ഓഫ് എന്നൊക്കെ നമ്മൾ പറയാറില്ല, അതാണ് മിഫ്ഡ്. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ പോയിന്റ് പഠിക്കാൻ പോകുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ആ 5 പോയിന്റ് ഒന്ന് മനസ്സിലാക്കുക, റീസൺസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കുക. ദെൻ ഓരോ ഡീറ്റെയിൽ ആയിട്ട് ഇനി നെക്സ്റ്റ് സെക്ഷനിലാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിനി ഓരോ റീസൺസ് നോക്കാം. അപ്പൊ കുറച്ചും കൂടി ക്ലാരിഫിക്കേഷൻ കിട്ടും കേട്ടോ. ഓരോ റീസൺസ് നോക്കാം. ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്, ഉയർന്ന നിലവാരത്തിലുള്ള നല്ലൊരു പേഷ്യന്റ് കെയർ പ്രൊവൈഡ് ചെയ്യുക. നോക്കാം എന്താണ് അവിടെ പറയുന്നത് നോക്കാം കേട്ടോ. മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഹെൽപ്സ് ദ ഹോസ്പിറ്റൽ അസർടൈൻ the areas of improvement and centers on provide better patient care service. Ascertain എന്ന് വെച്ചാൽ എന്താ, ഉറപ്പാക്കുക. എഴുതി വെക്കുക കേട്ടോ, അറിയില്ലാത്ത വേർഡ്സുകൾ ഉണ്ടെങ്കിൽ ഒന്ന് മലയാളത്തിൽ ഒന്ന് എഴുതി വെക്കുക. ഓക്കെ, മെഷറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ ഹെൽപ്പ് അല്ലെ, അതായത് പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് എന്തിന്, ഹോസ്പിറ്റൽ അസർടൈൻ ഏരിയ, ഹോസ്പിറ്റലിന്റെ ഉറപ്പുവരുത്തുക, അതായത് ഹോസ്പിറ്റലില് ബെറ്റർ കെയർ സർവീസസ് ഉറപ്പുവരുത്താൻ, നല്ലൊരു പരിചരണം, ബെറ്റർ കെയറും അതുപോലെ തന്നെ ഇംപ്രൂവ്മെന്റ്സ്, ഫെസിലിറ്റികളിലും മറ്റും ഇംപ്രൂവ്മെന്റ്സും ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കുന്നത് ഉപകരിക്കുന്നു. അതായത് പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കുമ്പോഴെല്ലാം മനസ്സിലാവുന്നത് എവിടെയൊക്കെയാണ് പോരായ്മയുള്ളത്, ആ പോരായ്മയൊക്കെ മാറ്റി ബെറ്റർ ആയിട്ടുള്ള ഒരു കെയർ പേഷ്യൻസിന് അവര് ഉറപ്പുവരുത്തുന്നു.
Then achieving a high level of satisfaction is directly dependent on the high quality patient care services given by team of specialized doctor and hospital staff. അല്ലെ, അതായത് ഉയർന്ന നിലവാരത്തിലുള്ള സംതൃപ്തി കൈവരിക്കുന്നത് ഉയർന്ന നിലവാരത്തിലുള്ള പേഷ്യന്റ് കെയറിനെ ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോയി നല്ലൊരു കെയറുകൾ, നല്ല പരിചരണം ലഭിച്ചു, നല്ല ഡോക്ടേഴ്സിന്റെ സേവനം, ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഓക്കെയാണ്, നഴ്സസിൽ നിന്നുള്ള സേവനം ലഭിച്ചു, ബാക്കി എല്ലാ ഫെസിലിറ്റികളും, ലാബ് ഫെസിലിറ്റി, എക്സ്റേ എടുക്കണോ, എക്സ്റേ ഫെസിലിറ്റി, എല്ലാ ഫെസിലിറ്റിയും ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിലല്ലേ ഉയർന്ന നിലവാരത്തിൽ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ പറ്റൂ. ആണോ? ഇതെല്ലാം ലഭിച്ചാലല്ലേ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയൂ, അല്ലേ? ആണോ? നല്ല ഡോക്ടറും നല്ല നേഴ്സും എല്ലാ ഫെസിലിറ്റികളും ഇതെല്ലാം ഉണ്ടെങ്കിലേ നമ്മൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് പറയുന്നത് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഈസ് ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ, നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ സർവീസ് ഗിവൻ ബൈ ടീം, സ്റ്റാഫുകൾ, ഹോസ്പിറ്റൽ സ്റ്റാഫുകളും ഡോക്ടേഴ്സും ഹൈ ക്വാളിറ്റി, നല്ല ഗുണനിലവാരമുള്ള ഒരു കെയർ കൊടുത്താൽ മാത്രമേ ആ പേഷ്യന്റ് ഹൈ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഉയർന്ന നിലവാരത്തിലുള്ള ഒരു സംതൃപ്തി അനുഭവം കൈവരിക്കുകയുള്ളൂ. ഓക്കെ, അതായത് നല്ല കെയറുകളും പരിചരണം ലഭിച്ചാൽ മാത്രമേ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകുകയുള്ളൂ. Then the entire staff must consider patient with warmness from the receptionist to arrange the appointment, doctors providing the right treatment to the nurse taking vital status of patients. അല്ലെ, അതായത് നമ്മൾക്ക് റിസപ്ഷനിൽ നിന്നും നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ റിസപ്ഷനിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെ. റിസപ്ഷനിൽ പോയി നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് കാര്യങ്ങൾ എടുക്കും, ദെൻ ഡോക്ടേഴ്സ് അല്ലെ. അപ്പോ അവിടെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ വേണം നമുക്ക് നല്ലൊരു കെയർ ലഭിക്കുക. ഇതാണ് ഇവിടെ പറഞ്ഞത് എന്റെയും സ്റ്റാഫ്, ടോട്ടൽ എല്ലാ സ്റ്റാഫുകളും മസ്റ്റ് കൺസിഡർ പേഷ്യന്റിനെ കൺസിഡർ ചെയ്യണം. എവിടെ തുടങ്ങി? ഫ്രം ദ റിസപ്ഷൻ ടു അറേഞ്ച് അപ്പോയിന്റ്മെന്റ്സ്, റിസപ്ഷനിൽ നിന്ന് പേഷ്യൻസിന് അപ്പോയിന്റ്മെന്റ്സുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, ദെൻ ഡോക്ടേഴ്സ് റൈറ്റ് ട്രീറ്റ്മെന്റുകൾ പ്രൊവൈഡ് ചെയ്യുക, ദെൻ നഴ്സസ് ടേക്കിംഗ് വൈറ്റൽ സ്റ്റാറ്റസ് ഓഫ് പേഷ്യൻസ് അല്ലെ. രോഗികളുടെ സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ പേഷ്യൻസിൽ നിന്നും നഴ്സസ് വാങ്ങിക്കുക. ഇതെല്ലാം ചെയ്താൽ മാത്രമേ, അങ്ങനെയുള്ളൊരു നല്ലൊരു കെയർ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നും ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ ഭാഗത്തു നിന്നും ലഭിച്ചാൽ മാത്രമേ ഒരു പേഷ്യന്റ് സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. ഓക്കെ, അത്രയാണ് അവിടെ പറയുന്നത്. അതായത് നമുക്ക് നല്ലൊരു കെയർ, നമുക്കൊരു ഹൈ ക്വാളിറ്റി കെയർ ലഭിച്ചാൽ മാത്രമേ പേഷ്യന്റ് അവിടെ സാറ്റിസ്ഫൈഡ് ആകുകയുള്ളൂ. ഓക്കെ, ക്ലിയർ ആണോ? ജസ്റ്റ് അതിന്റെ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കാതൊക്കെ. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയുന്നത് നോക്കാം. വാട്ട് ഹോസ്പിറ്റൽ ഡു എൻഹാൻസ് പേഷ്യന്റ് കെയർ സർവീസ്. പേഷ്യൻസിന്റെ കെയർ, അതായത് രോഗികളുടെ പരിചരണം കൂട്ടുവാൻ, വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നു? പേഷ്യൻസിന്റെ ഒരു പരിചരണം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഹോസ്പിറ്റലുകാർക്ക് എന്തെല്ലാം ചെയ്യാൻ സാധിക്കും നോക്കാം. ആദ്യം പറയുന്നത് ഫോളോ ദ കറക്റ്റ് വേ ടു ഡയഗ്നോസ് ദ ഇൽനെസ് ഇൻ ദ ടൈം അല്ലെ. കൃത്യസമയത്ത് തന്നെ അവർക്ക് കറക്റ്റ് ഡയഗ്നോസിസും അതുപോലെ തന്നെ അതായത് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ ഇൽനെസ് കൃത്യസമയത്ത് തന്നെ രോഗനിർണയം നടത്താം, ടെസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ച് എന്താണ് അസുഖമെന്ന് പേഷ്യൻസിന് കണ്ടെത്തി കൊടുക്കുക. ദെൻ ഇൻക്രീസ് ആൻഡ് ഇംപ്രൂവ് ആക്സസ് ടു ഫിസിഷ്യൻസ് അല്ലെ. അതായത് ഫിസിഷ്യന്മാരിലേക്കുള്ള, ഡോക്ടേഴ്സിലേക്കുള്ള പ്രവേശനം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ടെസ്റ്റുകളൊക്കെ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണാനായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. ദെൻ റെക്കമെൻഡഡ് ദ റൈറ്റ് ട്രീറ്റ്മെന്റ്, ശരിയായിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകളൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ശുപാർശ ചെയ്യുക, റെക്കമെൻഡ് ചെയ്യുക. റൈറ്റ് ട്രീറ്റ്മെന്റ്സ്. ഓഫർ കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് പ്ലാൻസ്, ഏറ്റവും ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റ് പ്ലാൻസുകൾ വാഗ്ദാനം ചെയ്യുക. നമ്മൾ പേഷ്യന്റ് വരുമ്പോൾ തന്നെ ഇത്ര രൂപയാകും അല്ലെങ്കിൽ ടെസ്റ്റിന് ഇത്ര രൂപയാകും എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എമൗണ്ട് ആണെങ്കിൽ പേഷ്യന്റിനോട് തുടരാനായിട്ട് പറ്റുമോ? ഇല്ല അല്ലെ. സോ അതുകൊണ്ട് കോസ്റ്റ് ഇഫക്റ്റീവ്, ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻസിനെ കുറിച്ച് പേഷ്യൻസിനോട് പറയുക. പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ് അല്ലെ. അതായത് ക്വാളിറ്റി കെയർ കൊടുക്കാണ്. രോഗി ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയി ശേഷം ഡിസ്ചാർജ് ആയി പോകുമ്പോഴും അവരുടെ രോഗിയെ പറഞ്ഞിടുകയല്ല ചെയ്യുന്നത്, മറിച്ച് എന്ത് ചെയ്യും? ചിലപ്പോൾ 5 ദിവസത്തേക്കോ അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻ തരും, എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്ന് കാണാൻ പറയും ഇല്ലേ.
പറയാറുണ്ടോ? അഡ്മിറ്റഡ് ആകുമ്പോഴേ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും കാണാനായിട്ട് വരാൻ പറയാറില്ല ഡോക്ടേഴ്സ്. അതേവഴി വിടാറുണ്ടോ ഏതെങ്കിലും ഡോക്ടേഴ്സ്? ജസ്റ്റ് ഒരു ഫോളോ അപ്പ് എങ്കിലും നമ്മൾ കൊടുക്കും അല്ലെ? എങ്കിലല്ല ആ ഒരു ട്രീറ്റ്മെന്റ് പൂർണ്ണമായിട്ടും അവിടെ മീൻസ് കംപ്ലീറ്റ് ആകുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. പ്രൊവൈഡ് ക്വാളിറ്റി കെയർ പോസ്റ്റ് ഡിസ്ചാർജ്. ഡിസ്ചാർജിന് ശേഷവും ഒരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കെയർ പേഷ്യൻസിന് നൽകുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് കെയർ സർവീസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഇനി അടുത്തത് നോക്കാം. ഒരു ബോക്സ് ആണ് ഇതിന് പറയുന്നത് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. രോഗി പരിചരണം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് വീണ്ടും പറയുന്നത്. ആ രോഗി പരിചരണം കൂട്ടാനായിട്ട് തന്ത്രങ്ങൾ, എന്തെല്ലാം തന്ത്രങ്ങൾ ഹോസ്പിറ്റലിന് പ്രയോഗിക്കാൻ പറ്റുന്നു, അത് ഒരു 5 കാര്യങ്ങളാണ്. നിങ്ങളുടെ PDF വായിക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? അത്യാവശ്യം നല്ല ചെറിയ കുഞ്ഞു ലെറ്ററുകളാണ്. വായിക്കാൻ പറ്റുമോ? കുഴപ്പമില്ലല്ലോ. ഓക്കെ ആണോ? എന്തെങ്കിലും വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞാനിവിടെ വായിക്കുമ്പോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇംപ്രൂവ് ചെയ്യിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ അവർക്ക് പ്രയോഗിക്കുന്ന തന്ത്രങ്ങളാണ് ഹോസ്പിറ്റല് പേഷ്യന്റ് കെയർ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിക്കാന്നാണ് ഇനി പറയുന്നത്. ശ്രദ്ധിക്കുക, 5 കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. ടൈംലി ഡയഗ്നോസിസ് ഓഫ് ഇൽനെസ്, കൃത്യസമയത്തുള്ള രോഗനിർണയം നടത്തുക. ഇൻക്രീസ് ആക്സസ് ടു ഫിസിഷ്യൻ, പെട്ടെന്ന് തന്നെ ഡോക്ടർമാരിലേക്ക് എത്തിക്കുക. മൂന്നാമതായിട്ട് പറയുന്നത് പ്രൊവൈഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ്സ് ആൻഡ് ക്വാളിറ്റി കെയർ, അല്ലെ? ചിലവ് കുറഞ്ഞ ട്രീറ്റ്മെന്റ്സും ക്വാളിറ്റി കെയർ ഒക്കെ നൽകുക. നല്ല ഗുണനിലവാരമുള്ള പരിചരണം പേഷ്യൻസിന് കൊടുക്കുക. ഗിവ് അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട്. എന്താ അൺകണ്ടീഷണൽ ലവ് ആൻഡ് സപ്പോർട്ട് എന്ന് പറഞ്ഞാല്? അതായത് ഒരു സ്നേഹവും പിന്തുണയും കൊടുക്കുകയാണ് പേഷ്യൻസിന്. ദെൻ ലാസ്റ്റ് വൺ, റെഡ്യൂസ് അൺനെസസറി ഫോളോ അപ്പ് വിസിറ്റ്സ്. നമ്മൾ പറഞ്ഞില്ലേ ഫോളോ അപ്പ് വിസിറ്റ്സുകൾ കൊടുക്കുക. പോസ്റ്റ് ഡിസ്ചാർജിന് ശേഷം ഫോളോ അപ്പുകൾ കൊടുക്കുക. റെഡ്യൂസ് ചെയ്യാതെ അൺനെസസറി ആയിട്ടുള്ള ആവശ്യമില്ലാത്ത ഫോളോ അപ്പുകൾ പരമാവധി കുറയ്ക്കാതെ. ഇപ്പൊ നമ്മൾ ഡിസ്ചാർജ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരു വട്ടം എന്തായാലും ഡോക്ടേഴ്സ് പറയാറുണ്ട് അല്ലെ? ഒരു 1 വീക്ക് കഴിയുമ്പോ മെഡിസിൻസ്, ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻ കൊടുക്കും. എന്നിട്ട് പറയും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും ഒന്നും കൂടി കാണണം എന്ന് പറയും അല്ലെ? അതിൽ കൂടാതെ വീണ്ടും വീണ്ടും ഫോളോ അപ്പുകൾ അങ്ങനെ കൊടുക്കാറില്ല. അതാണ് അവിടെ പറയുന്നത്. റിഡ്യൂസ് ചെയ്യുക, അൺനെസസറി അനാവശ്യമായിട്ടുള്ള ഫോളോ അപ്പ് വിസിറ്റുകൾ പരമാവധി കുറയ്ക്കുക, ഒഴിവാക്കുക. ഓക്കെ, ക്ലിയർ ആണോ? നമ്മൾ ഈ പറഞ്ഞ 5 പോയിന്റ്സിലെ അത് തന്നെയാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കുക. ഒന്നാമത്തെ റീസൺ ടു പ്രൊവൈഡ് ടോപ്പ് ടയർ പേഷ്യന്റ് കെയർ സർവീസ്. ഫസ്റ്റ് റീസൺ വായിക്കുക. ദെൻ ഹോസ്പിറ്റലിന് എന്താണ് അതിൽ ചെയ്യാൻ കഴിയുന്നത്, ദെൻ ഹോസ്പിറ്റലിൽ പ്രയോഗിക്കുന്ന തന്ത്രങ്ങൾ. ഓക്കെ, നിങ്ങൾ ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വായിച്ചാൽ മതി കേട്ടോ. നമുക്ക് കാര്യം സിമ്പിൾ ആണ്. പിന്നെ ചില വേർഡ്സുകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തതാണെന്നുള്ളൂ. ഓക്കെ, എന്താണ് അർത്ഥം മനസ്സിലാക്കി വായിക്കാം കേട്ടോ. കംപ്ലീറ്റ് വായിക്കണേ. ഒന്നാമത്തെ റീസൺ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ദെൻ 5 റീസൺസ് ആണ് നമുക്കുള്ളത്. ഒന്നാമത്തെ വായിക്കാം കേട്ടോ. ബോക്സിൽ വരുന്നേക്കണേക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ഇല്ലേ, 5 റീസണും ഇതുപോലെ പറയുന്നുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ അണ്ടർലൈൻ ചെയ്യാൻ പറയുന്ന കാര്യങ്ങൾ അപ്പൊ അണ്ടർലൈൻ ചെയ്ത് പോവുക കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ ഒന്നാമത്തെ റീസൺ? വായിച്ചെല്ലാവരോ? ഓക്കെ, ഈ പോയിന്റുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. മീൻസ് ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, അർത്ഥം മനസ്സിലാക്കി വായിക്കുക. അറ്റ്ലീസ്റ്റ് അതിന്റെ മലയാളമെങ്കിലും ഓർത്ത് വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ മനസ്സിലാവില്ലേ? നമുക്ക് രണ്ടാമത്തെ റീസൺ ആണ് നോക്കുന്നത്. ടു നോ ദ പെർഫോമൻസ് ഓഫ് ദ ഹോസ്പിറ്റൽ സ്റ്റാഫ്, അല്ലെ? ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പെർഫോമൻസിനെ അറിയുക, അല്ലെ? അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നോക്കാം. It is necessary to keep a pulse on hospital staff performance at regular intervals. Keep a pulse on hospital staff. എന്താ പൾസ് ഓൺ ഉദ്ദേശിക്കുന്നത്? അതായത് അവരുടെ പൾസ്, ഒരു സ്പന്ദനം അല്ലെങ്കിൽ പ്രവർത്തനം എന്നൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് നെസസറി, അതായത് ഹോസ്പിറ്റലിന്റെ ഓരോ ഇന്റർവെൽസിലും, റെഗുലർ ആയിട്ടുള്ള ഓരോ ഇന്റർവെൽസിലും ഹോസ്പിറ്റൽ സ്റ്റാഫുകളുടെ പ്രവർത്തനം വിലയിരുത്തേണ്ടത് ഒരു ആവശ്യകതയാണെന്ന്, അല്ലെ? അതായത് അവരുടെ കൃത്യമായിട്ട് ഡ്യൂട്ടീസ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുക, ഓരോ ഇന്റർവെൽസിലും വിലയിരുത്തുക ആണ്. അതായത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അവരൊന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടോ ഒന്ന് നമ്മൾ എന്ത് ചെയ്യാ, സൂപ്പർവൈസ് ചെയ്യാന്നൊക്കെ പറയില്ലേ, അതുപോലെ സ്റ്റാഫുകള് അവരുടെ ഡ്യൂട്ടികളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് വിലയിരുത്തുക. Then happy staff will give better patient care. അല്ലെ? ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റാഫ് നല്ലൊരു പേഷ്യന്റ് കെയർ ആയിരിക്കും നൽകുന്നത്, അല്ലെ? ഇപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ ചിലപ്പോ നമുക്കറിയാം എന്തെങ്കിലും ചില സ്റ്റാഫുകൾ ഉണ്ടാകും. ചിലപ്പോ നമ്മളോട് നല്ല രീതിയിലായിരിക്കും അവർ പെരുമാറുന്നത്, ബിഹേവ് ചെയ്യുന്നതൊക്കെ, ഇല്ലേ? എപ്പോഴും നല്ല ചിരിച്ച് നല്ല രീതിയിലായിരിക്കും സംസാരിക്കുന്നത്. പക്ഷെ ചില സ്റ്റാഫ് ഇതുപോലെ ഭയങ്കര റൂഡായിട്ടായിരിക്കും എപ്പോഴും, ഇല്ലേ? നമുക്ക് അനുഭവം ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും അനുഭവം ഉണ്ടോ? ഉണ്ടോ? ആർക്കും അനുഭവമില്ല, എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറിയിരിക്കുന്നത്. അങ്ങനെയാണോ? എപ്പോഴും അല്ല, ചിലപ്പോ എങ്കിലും നമുക്ക് ചില സന്ദർഭത്തിൽ തോന്നാറില്ലേ ഇതെന്താണ് ഇങ്ങനെ പെരുമാറുന്നത് ഈ നേഴ്സ്, ചിലപ്പോ, അല്ലെ? നോക്കാം. ഹാപ്പി സ്റ്റാഫ് ഈസ് ബെറ്റർ, അതായത് നല്ലൊരു സ്റ്റാഫ് ആണെങ്കിൽ, ഹാപ്പി ആയിട്ടുള്ള ഒരു സ്റ്റാഫ് ആണെങ്കിൽ ആ സ്റ്റാഫിന് ബെറ്റർ ആയിട്ടുള്ള ഒരു പേഷ്യന്റ് കെയർ, നല്ലൊരു രോഗി പരിചരണം ഒരുക്കി കൊടുക്കുന്നതാണ്. ഇഫ് പേഷ്യൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദയർ വിസിറ്റ്, there is a possibility that patients will choose for service from another provider. അല്ലെ? ശരിയല്ലേ? അതായത് പേഷ്യൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, പേഷ്യന്റ് ഒരു ഹോസ്പിറ്റലിൽ പോയി സംതൃപ്തരല്ല എങ്കിൽ അവരെന്ത് ചെയ്യും? അവര് മറ്റൊരു അനദർ പ്രൊവൈഡർ, മറ്റൊരു ഹോസ്പിറ്റലിൽ നേടി പോകും. ഇപ്പൊ നിങ്ങളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, എൻഗേജ് എന്തെങ്കിലും പനി വെച്ചു, എന്തെങ്കിലും അസുഖമായിട്ട് ഹോസ്പിറ്റലിൽ പോയി. അപ്പോ നിങ്ങൾ അവിടെ ചെന്നപ്പോ തന്നെ ആകെ നമുക്ക് എന്താ പറയാ, റിസപ്ഷനിൽ ചെന്നപ്പോ തന്നെ അവിടെ സ്റ്റാഫുകളുടെ കുറവ്, നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ തന്നെ ഒത്തിരി ടൈം അവിടെ എടുത്തു. ദെൻ ഡോക്ടറെ കാണാൻ ഒത്തിരി സമയം എടുത്തു. ദെൻ ട്രീറ്റ്മെന്റ്സിലൊന്നും നമ്മൾ ഒട്ടും കംഫോർട്ട് അല്ല, ദെൻ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നെക്സ്റ്റ് ടൈം നമ്മൾ ആ ഹോസ്പിറ്റലിലേക്ക് വരുമോ? സ്വാഭാവികമായിട്ട് നമ്മൾ പോകുമോ അങ്ങോട്ട്? നിങ്ങളാണെങ്കിൽ പറയൂ, നിങ്ങൾ പോകുമോ അങ്ങനെ? നിങ്ങൾ സംതൃപ്തരല്ല എങ്കിൽ അത് ഹോസ്പിറ്റൽ തന്നെയല്ല, നിങ്ങളൊരു ഷോപ്പിൽ പോയി ഒരു ഡ്രസ്സ് പർച്ചേസ് ചെയ്തിരിക്കട്ടെ, അല്ലെ? നിങ്ങൾ ആ പർച്ചേസ് ചെയ്ത് ഒരു ക്വാളിറ്റി ഇല്ല, നമ്മൾ വാങ്ങിച്ച പൈസക്കുള്ള ഒരു ക്വാളിറ്റി ആ ഡ്രസ്സിനില്ല, ഒറ്റ വാഷിൽ തന്നെ അതിന്റെ കളറൊക്കെ ഫെയ്ഡായി, ഒട്ടും ക്വാളിറ്റി ഇല്ല. വീണ്ടും നിങ്ങൾ ആ കടയിൽ തന്നെ പോയി ഡ്രസ്സിന് പർച്ചേസ് ചെയ്യാൻ പോകാറുണ്ടോ? പോകുന്നവരുണ്ടാണെങ്കിലും ഇല്ല. എന്തുകൊണ്ടാണ്? നമ്മൾ സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെ? നമ്മൾ സംതൃപ്തരല്ലാത്തടത്ത് നമ്മൾ വീണ്ടും പോകില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഇഫ് പേഷ്യൻസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ്, പേഷ്യൻസ് സംതൃപ്തരല്ല എങ്കിൽ there is a possibility patient will choose for service from another provider, അല്ലെ? മറ്റൊരു പ്രൊവൈഡർ തേടി പോകും പേഷ്യന്റ്. എന്തുകൊണ്ട്? ആ ഹോസ്പിറ്റലിൽ നല്ല ഫെസിലിറ്റി ഇല്ല, ട്രീറ്റ്മെന്റ്സ് ഒന്നും ശരിയല്ല എങ്കിൽ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പേഷ്യൻസ് പോകുന്നു. Therefore, it is necessary to listen to the patients, അല്ലെ? അതിനാൽ പേഷ്യൻസിന് necessary to listen എന്ന് വെച്ചാല് പേഷ്യൻസിനെ കേൾക്കുക, അതായത് പേഷ്യൻസിനെ അറിയുക, പേഷ്യൻസിനോട് അവരുടെ ആവശ്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. which will make them feel strengthened, അത് ഹോസ്പിറ്റലിനെ ശക്തിപ്പെടുത്തുന്നു. അതായത് പേഷ്യൻസിനോട് കുറച്ചും കൂടി കൂടുതൽ അടുത്തിടപെടുക സ്റ്റാഫുകള്. അങ്ങനെ അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കുക, അവരുടെ പ്രോബ്ലംസ് എന്താണോ അതിനെ മനസ്സിലാക്കിയാൽ ഹോസ്പിറ്റലിനെ അത് കുറച്ചുകൂടി ശക്തിപ്പെടുത്തുന്നു. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? സ്റ്റാഫുകളെ കുറിച്ചാണ്. സ്റ്റാഫുകളിൽ നിന്നും നല്ലൊരു പ്രകടനമാണ് പേഷ്യൻസിന് ലഭിക്കേണ്ടത്, നല്ലൊരു പരിചരണം പേഷ്യൻസിന് സ്റ്റാഫുകൾ നൽകുക. ഓക്കെ,
ഇനി അതിന്റെ നെക്സ്റ്റ് നോക്കാം. വാട്ട് ക്യാൻ ദ ഹോസ്പിറ്റൽ ഡു ടു ഇംപ്രൂവ് സ്റ്റാഫ് പെർഫോമൻസ്? ഇനി ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളുടെ പെർഫോമൻസിന് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി ഹോസ്പിറ്റലുകാർ എന്തൊക്കെ കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യാൻ സാധിക്കുന്നു നോക്കാം. ഫസ്റ്റ് വൺ, ജനറേറ്റ് എ വർക്കബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ഫോർ സ്റ്റാഫ്. അല്ലേ, അവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് ഒരു വർക്കബിൾ ആയിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൊടുക്കുക. അല്ലെ, ഇപ്പൊ നിങ്ങൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആരെങ്കിലും വർക്ക് ചെയ്തവരുണ്ടോ? ഹോസ്പിറ്റലിൽ തന്നെ ആവണമെന്നില്ല കേട്ടോ, മറ്റേതെങ്കിലും ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുണ്ടോ? വരില്ല. എല്ലാവരും സ്റ്റുഡൻസ് ആണോ? സ്റ്റുഡൻസ് ആണ് എല്ലാവരും. ഓക്കെ, കുഴപ്പമില്ല. അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരു ഫേമിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥാപനത്തില് നമ്മളുടെ അറ്റ്മോസ്ഫിയർ എങ്ങനെയാണോ അതനുസരിച്ചിരിക്കും നമ്മളുടെ വർക്ക്, ഇല്ലേ? അതായത് ചില കമ്പനിയിലെ ഭയങ്കര വർക്ക് പ്രഷറും അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതും അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്കത് നമ്മളുടെ വർക്കിൽ ഒരു ഹാപ്പി ഉണ്ടാവില്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയും അങ്ങനെ തന്നെ ആയിരിക്കും, അല്ലെ? ഒരു തൃപ്തി വരില്ല എന്ന് നമുക്ക് പറയാം, അല്ലെ? നമ്മൾ ചെയ്യുന്ന വർക്കിൽ എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നു അത്ര മാത്രം ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള, നേരെ മറിച്ച് ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കുക, നല്ലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് അവിടുത്തെ സ്റ്റാഫുകളും ഓണറും എല്ലാവരും തമ്മിലൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള വർക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് വേറൊരു സ്ട്രെസ്സോ സ്ട്രെയിനോ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അല്ലെ? നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ട് അവിടെ വർക്ക് ചെയ്ത് പോകാൻ പറ്റും. സോ ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, എല്ലാവരെയും സംബന്ധിച്ച് ഒരു സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ നിറഞ്ഞ ഒരു വർക്ക് അറ്റ്മോസ്ഫിയർ ആണ് അവിടെ, അല്ലെ? കുറച്ച് തിരക്കും ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അന്തരീക്ഷമാണ്. അപ്പോ എന്ത് ചെയ്യാ? ജനറേറ്റ് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ സ്റ്റാഫിന് കൊടുക്കാൻ, അതായത് അവർക്കൊരു ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നൽകുക. ഓക്കെ, അതാണ് ഒന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. സെക്കൻഡ് വൺ, എൻഷുർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അണ്ടർസ്റ്റാൻഡ് ദെയർ റെസ്പോൺസിബിലിറ്റീസ്. അല്ലെ, ആശുപത്രി ഹോസ്പിറ്റലിലെ ജീവനക്കാര് സ്റ്റാഫുകള് അവരുടെ ഉത്തരവാദിത്തങ്ങൾ മനസ്സിലാക്കുന്നത് ഉറപ്പുവരുത്തുക, അല്ലെ? അതായത് ഓരോ നഴ്സസിനായാലും ഡോക്ടേഴ്സിനായാലും ഓരോ സ്റ്റാഫുകൾക്കും അവരുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങളുണ്ട്, അല്ലെ? അപ്പോ ഈ ഉത്തരവാദിത്തങ്ങൾ അവരെ അറിഞ്ഞ് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഓരോരുത്തർക്കും നിശ്ചയിച്ചിട്ടുള്ള ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, ആ ഡ്യൂട്ടീസ് കൃത്യമായിട്ടും അവര് ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. മൂന്നാമത്തെ പോയിന്റ്, കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സാറ്റിസ്ഫാക്ഷൻ സർവേ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പേഷ്യൻസിന് സർവേ നടത്താറ്, പേഷ്യന്റിന്റെ സംതൃപ്തി അളക്കാനായിട്ട് പേഷ്യൻസിന് ക്വസ്റ്റ്യനെയറുകൾ കൊടുത്തുകൊണ്ട് സർവേ നടത്താം. അതുപോലെ എംപ്ലോയീസിനും സ്റ്റാഫുകൾക്കിടയിലും ഒരു സർവേ നടത്താം. അപ്പോ സ്റ്റാഫുകൾക്കിടയിൽ സർവേ നടത്തുമ്പോൾ അവരിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടാവുമല്ലോ, സ്റ്റാഫുകൾക്ക് ഒരു കംഫർട്ട് അല്ലാത്ത ഏരിയകളോ അങ്ങനെയുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിച്ച് അതിനൊരു ഇംപ്രൂവ്മെന്റ് ചെയ്യാനും നമുക്ക് ഹോസ്പിറ്റലിൽ സാധിക്കുന്നു. Then motivate non-performers to enhance their performance. അല്ലെ, നോൺ പെർഫോമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യണം അവരുടെ പെർഫോമൻസിന് വേണ്ടിയിട്ട്, അല്ലെ? അതായത് പ്രകടനം മീൻസ് കഴിവുകളൊക്കെ ഉണ്ടാവും ചില വ്യക്തികൾക്ക്, പക്ഷെ അത് അങ്ങോട്ട് പ്രകടിപ്പിക്കില്ല അവര്, അല്ലെ? ഇപ്പൊ നിങ്ങളിൽ തന്നെ ഒത്തിരി പേരുണ്ടാവില്ല അങ്ങനെ. അതായത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അല്ലെ? ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയുമെന്ന് വിചാരിക്കാം, ആരെങ്കിലും ഒരാൾ ഒരു പാട്ട് പാടാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ പേര് ഞാൻ പാടാന്ന് പറഞ്ഞ് റെഡി ആയിട്ടുണ്ടാകും, ഇല്ലേ? കുറച്ചു പേർക്ക് ആഗ്രഹമൊക്കെ ഉണ്ടാകും, പക്ഷെ എന്തോ ഒരു പേടി അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, ഇല്ലേ? പലർക്കും ഉള്ള ഒരു കാര്യമാണത്. ആണോ? ഉണ്ടോ അങ്ങനെ? അല്ലെ, നമുക്ക് അത്യാവശ്യം പാടാനൊക്കെ എല്ലാവരും ഭയങ്കര ഗായകന്മാരോ ഗായകന്മാരാകണമെന്നില്ലാലോ, എങ്കിലും അത്യാവശ്യം നമ്മള് കുറച്ച് പാട്ടൊക്കെ പാടുന്നവരായിരിക്കില്ലേ? പക്ഷെ ഇത്രയും പേരുടെ മുന്നിൽ പാടാനായിട്ട് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടാവുമല്ലോ, ഉണ്ടോ അങ്ങനെ? എല്ലാവരും കോൺഫിഡൻസ് ആണോ? കുറച്ച് പേരെങ്കിലും ഉണ്ടാകും, ഇല്ലാന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റില്ല, കാരണം ഷുവർ ആയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവര് മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ്, അല്ലെ? അതായത് അവരിലുള്ളിൽ കഴിവുകളൊക്കെ ഉണ്ടാകും, പക്ഷെ അതിനെ ചിലപ്പോൾ പുറത്തേക്ക് എടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയെന്ന് വെച്ചാൽ അവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ് കേട്ടോ. ഇപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളത് മാറ്റിയെടുക്കണം. നമ്മൾ അങ്ങനെ കോൺഫിഡൻസ് നമുക്ക് ഏതൊരു അവസരം കിട്ടിയാലും നമ്മൾ അവസരത്തിൽ നമ്മൾ ചെയ്യണം. നമ്മള് എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോ അത്ര നല്ല പാട്ടുകാരായിരിക്കണമെന്നില്ല, ഒരു ഡാൻസ് കളിക്കാനോ പാട്ട് പാടാനോ നമ്മളുടെ ഉള്ളിലുള്ള കഴിവ് എന്താണോ അതിന് നമ്മളായിട്ട് വേണം അതിനെ മോട്ടിവേറ്റ് ചെയ്യാൻ. മറ്റൊരാൾക്ക് വന്ന് നമ്മുടെ കഴിവിനെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? സ്വയം മോട്ടിവേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ സ്വയം അതൊക്കെ മാറ്റി വരണം. ഓക്കെ, മാറ്റിയിട്ട് എല്ലാവരും ഓക്കെ.
ഇവിടെ പറയുന്നത് മോട്ടിവേറ്റ് സ്റ്റേജ് ഫിയർ അല്ലെ അതൊരു പ്രധാന കാരണമാണല്ലോ. അതാണ് പറഞ്ഞത്. ഇപ്പൊ ഒരു 4 പേരുടെ മുൻപിൽ അവതരിപ്പിക്കണം, ഒറ്റക്കാണെങ്കിൽ ഞാൻ പാട്ട് പാടും, ഡാൻസ് കളിക്കും, എല്ലാ കാര്യങ്ങളും ചെയ്യും അല്ലെ. ആരുടെ മുമ്പിൽ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഇവിടെ എന്ത് കാര്യങ്ങളും ചെയ്യാം അല്ലെ. ഡാൻസ് കളിക്കോ, പാട്ട് പാടുകയോ, കഥ പറയുകയോ, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതാണ് സ്റ്റേജ് ഫിയർ എന്ന് പറയുന്നത് അല്ലെ. അതായത് ഇത്രയും പേരുടെ മുന്നിൽ അല്ലെ, അതായത് എനിക്കൊരു പേടി, അയ്യോ ഇത്രയും പേര് കേൾക്കുമല്ലോ, അപ്പൊ എന്തായിരിക്കും ഞാൻ പാടുന്നത്, അത്രയും ബോറിംഗ് ആയിരിക്കും, അങ്ങനെയുള്ളൊക്കെ ഒരു പേടി ഉണ്ടാകും അല്ലെ. അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളുടെ ഉള്ളിൽ അങ്ങനെ എന്തെങ്കിലും കഴിവുകൾ ചെറുതായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ തന്നെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാം. അത് 2 ടൈപ്പ് ഉണ്ട് ശരിക്കും മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് ഇവിടെ പറയേണ്ട കാര്യം, ഇവിടെ നമുക്ക് അത് പഠിക്കാനൊന്നും ഇല്ല കേട്ടോ. മീൻസ് ഇൻട്രൻസിക് ഉണ്ട്, എക്സ്ട്രിൻസിക് ഉണ്ട്. മീൻസ് നമ്മൾ ഉൾവലിയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് എന്ത് കാര്യങ്ങളും ഞാൻ പറയാം, അല്ലെങ്കിൽ ഡൗട്ടോ എന്ത് കാര്യങ്ങളും ചാടി പെട്ടെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നത് നോൺ പെർഫോമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാന്ന്. ചെറിയ കഴിവുള്ളവർക്ക് ഉണ്ടാകും അല്ലെ, പക്ഷെ അവർക്ക് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത കൊണ്ടായിരിക്കാം, ഇതുപോലെ പേടിയില്ലെന്നെങ്കിലും ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യാം, മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ക്ലിയർ ആയോ? ഇത് പറഞ്ഞാണ് അവിടെ വരെ എത്തിയത് കേട്ടോ. ഓക്കെ, റിവാർഡ് ബെസ്റ്റ് പെർഫോമേഴ്സ് അല്ലെ. ബെസ്റ്റ് പെർഫോമേഴ്സിന് റിവാർഡുകൾ കൊടുക്കാണ്. ഈ ഹോസ്പിറ്റലുകളൊക്കെ കൊടുക്കാറുണ്ട്. ഹോസ്പിറ്റലിൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് മിക്ക ഫാമുകളിലും കൊടുക്കാറുണ്ട്. ബെസ്റ്റ് അല്ലെങ്കിൽ ചിലയിടത്തൊക്കെ ആണെങ്കിൽ ടാർഗറ്റ് ഒക്കെ വരുന്ന ജോബ്സ് ഒക്കെ ആണെങ്കിൽ ബെസ്റ്റ് സ്റ്റാർ ഓഫ് ദ പെർഫോമർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ മന്തിലേക്ക് കൊടുക്കാറുണ്ട് ഇല്ലേ? കൊടുക്കാറുണ്ടോ? ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ മന്ത്ലി ഒന്നും കൊടുക്കൂല, ഇയർലി ഒക്കെ എത്തി കൊടുക്കുന്നത്. വർഷാവസാനമൊക്കെ വർഷത്തിന്റെ അവസാനമൊക്കെ ബെസ്റ്റ് സ്റ്റാഫിനൊക്കെ ഉള്ള അവാർഡൊക്കെ കൊടുക്കാറുണ്ട് ഓരോ സെക്ഷനിലും. ഇപ്പോൾ ലേബർ റൂമിലെ വാർഡിലെ ബെസ്റ്റ് സ്റ്റാഫ് ഏതാണോ, അല്ലെങ്കിൽ OP സെക്ഷനിലെ ബെസ്റ്റ് സ്റ്റാഫ്, അങ്ങനെയുള്ള അവാർഡൊക്കെ കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്നത് മൂലം എന്താണ് ഗുണം? അപ്പോ ഈ വാങ്ങിക്കാത്ത ആൾക്കാർക്ക് തോന്നും അടുത്ത പ്രാവശ്യം എനിക്ക് ഈ ഒരു അവാർഡ് വാങ്ങിക്കണം അല്ലെ, അടുത്ത നെക്സ്റ്റ് ഇയറിലെ ബെസ്റ്റ് പെർഫോമർ ഞാൻ ആയിരിക്കണം എന്നുള്ളൊരു ചിന്തയൊക്കെ വരും അല്ലെ. അതുകൊണ്ട് എന്ത് ചെയ്യാം, അവർക്ക് ബെസ്റ്റ് പെർഫോമൻസിനുള്ള റിവാർഡ്സുകളൊക്കെ നൽകുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സ്റ്റാഫിന്റെ പെർഫോമൻസ് വർദ്ധിപ്പിക്കാനായിട്ട് ഹോസ്പിറ്റലിന് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, ഇംപ്ലിമെന്റിങ് പെർഫോമൻസ്. എന്തൊക്കെ തന്ത്രങ്ങളാണ് നമുക്ക് ഈ സ്റ്റാഫുകൾക്കിടയിൽ പ്രയോഗിക്കാൻ പറ്റുന്നത്? അവരുടെ പ്രൊഡക്ടിവിറ്റി മീൻസ് അവരുടെ പ്രവർത്തനം ഇത് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം തന്ത്രങ്ങൾ പ്രയോഗിക്കാം നോക്കാം. ഫസ്റ്റ് വൺ, ഇംപ്രൂവ് ദ വർക്ക് എൻവയോൺമെന്റ് അല്ലെ. അവരുടെ വർക്ക് എൻവയോൺമെന്റ് ഇംപ്രൂവ് ചെയ്യിക്കുക. ട്രീറ്റ് സ്റ്റാഫ് മെമ്പേഴ്സ് വിത്ത് റെസ്പെക്ട്. സ്റ്റാഫ് മെമ്പേഴ്സിനോടൊക്കെ ഒരു റെസ്പെക്റ്റോട് കൂടി പെരുമാറുക. പ്രൊവൈഡ് ഫീഡ്ബാക്ക് റെഗുലർലി അല്ലെ, റെഗുലർ ആയിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് കൊടുക്കുക. ബി എംപത്തറ്റിക് ആൻഡ് മോട്ടിവേറ്റ് നോൺ പെർഫോമേഴ്സ്. നോൺ പെർഫോമേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാം. അക്നോളജ് ആൻഡ് റിവാർഡ് ബെസ്റ്റ് പെർഫോമേഴ്സ്. ബെസ്റ്റ് പെർഫോമേഴ്സിനെ അംഗീകരിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ എന്താണ്, ഒരു റിവാർഡ് പ്രതിഫലങ്ങൾ നൽകുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ് വീണ്ടും പറയുന്നത്. ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. ഇനി രണ്ടാമത്തെ റീസൺ വായിക്കാം. റീസൺ എന്താണെന്ന് ആദ്യം വായിച്ച് നിങ്ങൾ മനസ്സിലാക്കാം. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ആ കൺസെപ്റ്റിലോട്ട് കൊണ്ടുവരിക. നിങ്ങൾ അത് തന്നെ വായിച്ച് സെയിം പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. കൺസെപ്റ്റ് അർത്ഥം മനസ്സിലാക്കി വായിക്കാം. ഓക്കെ, അർത്ഥം മനസ്സിലാക്കി വായിക്കുമ്പോ വലിയ ബോറിംഗ് തോന്നില്ല. പിന്നെ ഈ ഒരു ചാപ്റ്റർ ഞാൻ പറഞ്ഞത് ജനറൽ ആയിട്ടുള്ള ടോപ്പിക് ആണ്. ഇച്ചിരി ബോറിംഗ് ഒക്കെ ഉണ്ട്, ഇല്ലാതെ ഞാൻ പറയാനില്ല. പക്ഷെ കേട്ട് നമുക്ക് പഠിക്കാൻ നിവൃത്തിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നിങ്ങളുമായിട്ട് ഒന്ന് കണക്ട് ചെയ്തൊക്കെ പറയാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇത് തന്നെ എക്സാക്ട് ഇങ്ങനെ പറഞ്ഞു വായിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് മീൻസ് ഞാൻ ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി നിങ്ങളുടേതായിട്ടുള്ള അനുഭവങ്ങളെ കൂട്ടി ചേർക്കണത് അതിന്റെ ഇടയിൽ കൂടി. ഓക്കെ, വായിച്ചു നോക്കാം, കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഞാൻ പറയുന്നത് ക്ലിയർ ആണ്? സൗണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ? വേറെ ഏതെങ്കിലും സൗണ്ട്സ് എന്തെങ്കിലും ഡിസ്റ്റർബ്സ് ഉണ്ടോ? ഓക്കെ ആണോ? ഡിസ്റ്റർബ്സ് ഒന്നുമില്ലല്ലോ? വേറെ സൗണ്ട്സോ മറ്റും? ഓക്കെ,
തേർഡ് പോയിന്റ് ആണോ? അതായത് കണ്ടക്ട് ഹോസ്പിറ്റൽ എംപ്ലോയി സർവേസ് നടത്താണ്. സർവേകള് നമ്മുടെ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ നടത്തില്ലേ, പേഷ്യൻസിന് ക്വസ്റ്റ്യനുകളൊക്കെ കൊടുത്തുകൊണ്ട് അവരുടെ ഫീഡ്ബാക്ക് എടുക്കില്ലേ, അതുപോലെ തന്നെ സ്റ്റാഫുകളുടെ ഫീഡ്ബാക്ക് എടുക്കാൻ. സ്റ്റാഫുകൾക്കും എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്റ്റാഫുകൾക്കിടയിലും സർവേ ക്വസ്റ്റ്യൻ സ്റ്റാഫുകൾക്ക് കൊടുക്കുക. ദെൻ അവര് ആ സർവേ അറ്റൻഡ് ചെയ്യുക. ദെൻ അതില് വേണ്ടുന്ന ഇംപ്രൂവ്മെന്റ്സ് ഹോസ്പിറ്റലിൽ ചെയ്തു കൊടുക്കുക. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? സെക്കൻഡ് റീസൺ വായിച്ചല്ലോ അവരും? ഓക്കെ, കുഴപ്പമില്ലല്ലോ, മനസ്സിലാവുന്നുണ്ടോ വായിച്ചിട്ട്? ഒരു മീനിങ് മനസ്സിലാക്കി വായിക്കാം കേട്ടോ, കുഴപ്പമില്ലല്ലോ, ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലേ? ഓക്കെ, മൂന്നാമത്തെ റീസൺസ് നോക്കാം. മൂന്നാമത്തെ റീസൺ ആണ് ടു നോ മിഫ്ഡ് ആൻഡ് ആംഗ്രി പേഷ്യൻസ്, അല്ലെ? ദേഷ്യവും അതുപോലെ തന്നെ മിഫ്ഡ് ആയിട്ടുള്ള മീൻസ് മൂഡ് ഓഫ് ആയിട്ടുള്ള പേഷ്യൻസിനെയൊക്കെ മനസ്സിലാക്കുക. നോക്കാം. Every hospital meets a situation where they should deal with angry patients. Underline cheya. Every hospital meets a situation where the patients should deal with angry patients. എല്ലാ ഹോസ്പിറ്റലുകളിലും ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ഒരു ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഓരോ ഹോസ്പിറ്റലിലും ഉണ്ടായിരിക്കും, അല്ലെ? ഒരു ഹോസ്പിറ്റലിലേക്ക് വരുന്ന എല്ലാ പേഷ്യൻസും ഒരേ സ്വഭാവക്കാരായിരിക്കണോ? ആണോ? ഓരോ സ്വഭാവം എല്ലാവർക്കും സെയിം ഒരേ ക്യാരക്ടർ ആയിരിക്കുമോ? പലവരും പല ക്യാരക്ടറുള്ള ആളുകളായിരിക്കും ഹോസ്പിറ്റലിലേക്ക് വരുന്നത്, അല്ലെ? ഇപ്പൊ നിങ്ങളുടെ ഒരു സെയിം ക്യാരക്ടർ തന്നെയാണോ നിങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനും? രണ്ടുപേർക്കും ഒരേ ക്യാരക്ടർ ആയിരിക്കുമോ? പല വ്യത്യാസങ്ങളും ഉണ്ടാകും, അല്ലെ? It is a challenging task to cope with such patients, and especially when they exhibit their frustration on hospital. അല്ലെ? അതായത് ഇതൊരു ചലഞ്ചിങ് ടാസ്ക് ആണെന്ന്, അല്ലെ? ഇതൊരു എന്താ പറയാ, ആംഗ്രി പേഷ്യൻസിനെ നേരിടുക എന്നുള്ളത് ഒരു ചലഞ്ചിങ് ടാസ്ക് ആണ്. പ്രത്യേകിച്ച് അവര് ഫ്രസ്ട്രേഷൻ ഓൺ ഹോസ്പിറ്റൽ. ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നിരാശ പ്രകടിപ്പിക്കുമ്പോൾ, ഒരു നിരാശ, അല്ലെ? അതായത് ഇങ്ങനെയുള്ള, അതായത് ആംഗ്രി പേഷ്യൻസിനോട് ഇടപെടുക എന്ന് പറഞ്ഞാൽ ഒരു വെല്ലുവിളിയാണ്, ചലഞ്ചിങ് ആണ്, അല്ലെ? ടാസ്ക് ടു കോപ്പ്, COPE, കോപ്പ് എന്ന് വെച്ചാൽ നേരിടുക കേട്ടോ, നേരിടുക, ചെറുക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ്. എഴുതി വെക്കുക കേട്ടോ, നേരിടുക. It is a challenging task to cope with such patient,
എക്സ്പെഷ്യലി വെൻ ദേ എക്സിബിറ്റ് ദെയർ ഫ്രസ്ട്രേഷൻ അല്ലെ, അവര് നിരാശയിലായിരിക്കുന്ന ആ ഒരു ടൈമില് അവരോട് അവര് നേരിടുക എന്നുള്ളതൊരു ചലഞ്ചിങ് ആണ്, ഒരു വെല്ലുവിളിയാണ് അല്ലെ. നിങ്ങളൊന്ന് ആലോചിച്ച് ഒരാൾ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയാണ്, ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ടൈമില് അവരോട് പോയി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി റിസ്ക് ഉള്ള കാര്യമല്ലേ, ആണോ? ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയോട് പെട്ടെന്ന് പോയി നിങ്ങൾ കയറി സംസാരിക്കാൻ പറ്റുമോ? നമ്മളൊരു മയത്തില് നൈസായിട്ടൊക്കെ സംസാരിക്കുള്ളൂ, ആണോ? വളരെ ദേഷ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയോടെ ഒത്തിരി പേടിയുള്ള കാര്യമല്ലേ പോയി സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് മയത്തില് അവരൊന്ന് ഇതാക്കിയിട്ട് തണുപ്പിച്ചിട്ടൊക്കെ സംസാരിക്കും അല്ലെ. പേഷ്യന്റ് ക്യാൻ ബി അപ്സെറ്റ് ബിക്കോസ് ഓഫ് വേരിയസ് റീസൺസ് അല്ലെ. ആ പേഷ്യന്റ് അപ്സെറ്റ് ആകാനായിട്ട് ഒത്തിരി റീസൺസ് ഉണ്ടാവാം, ചിലപ്പോൾ പേഴ്സണൽ മാറ്റേഴ്സ് ഉണ്ടാകാം, കൂടാതെ എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം ഉണ്ടാകുന്നതാണ് പറയുന്നത്. എക്സാമ്പിള് such as delay in appointments അല്ലെ, ചിലപ്പോൾ അപ്പോയിന്റ്മെന്റ്സിൽ ഡിലേ വന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാകും. ചിലപ്പോ മോർണിംഗ് വന്ന് ചീറ്റ് എടുത്തിട്ട് ഉച്ച 1 മണി 2 മണി വരെ എടുത്തിട്ട് എന്താകും കൺസൾട്ടേഷൻ ഒക്കെ വൈകുമ്പോ അതാണ് ഡിലേ അപ്പോയിന്റ്മെന്റ്സ് പറയുന്നത്. അതായത് ഇപ്പൊ രാവിലെ വന്ന് നമ്മള് ചീട്ടൊക്കെ എടുത്തു, നമ്പർ കിട്ടി, നമ്മൾ ഉച്ച വരെ നിൽക്കുകയാണ്, ഡോക്ടറെ കാണാൻ പറ്റിയിട്ടില്ല. എന്തായിട്ട് നമ്മളുടെ മാനസികാവസ്ഥ നല്ല ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്, ആണോ? നിങ്ങൾ അങ്ങനെ ഇരിക്കോ? ഹാപ്പി ആയിരിക്കും? നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരിക്കോ? ഉച്ചവരെ നിൽക്കുകയാണ്, ക്യൂ നിൽക്കുകയാണ് ഡോക്ടറെ കാണാനേ, ഇപ്പൊ ഡോക്ടർ ഇല്ല, അപ്പൊ വളരെ ഹാപ്പി ആയിരിക്കോ? നോർമൽ പേഴ്സൺ ഹാപ്പി ആയിരിക്കില്ല അല്ലെ. അതാണ് പറയുന്നത് ട്രീറ്റ്മെന്റ് മീൻസ് അപ്പോയിന്റ്മെന്റ്സിൽ ഡിലേ വരുന്നത്. ദെൻ ലോങ് പേഷ്യന്റ് വെയിറ്റ് ടൈംസ്, നമ്മൾ വെയിറ്റ് ചെയ്ത് കുറേ നേരം നിൽക്കേണ്ട ഒരു അവസ്ഥ. റോങ് ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്മെന്റ്, തെറ്റായിട്ടുള്ള പരിശോധനകളും ചികിത്സകളും. ആബ്സെൻസ് ഓഫ് ക്വാളിറ്റി കെയർ അല്ലെ, അതായത് ഒരു ഫെസിലിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥ. ആൻഡ് ലോട്ട് മോർ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും പേഷ്യന്റ് അപ്സെറ്റ് ആകാം. ആൻഡ് ഇഫ് hospital don't address their issue, they might even face legal threats from patients അല്ലെ. അപ്പൊ പേഷ്യൻസിന് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പേഷ്യന്റ് അപ്സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. ആ ഒരു സിറ്റുവേഷൻസിലാണ് ഹോസ്പിറ്റൽ ഡോണ്ട് അഡ്രസ് ദെയർ ഇഷ്യൂ, ഹോസ്പിറ്റല് ഈ പേഷ്യൻസിന്റെ ഇഷ്യൂനെ ഒന്നും നോക്കുന്നില്ല, അവർ പരിഗണിക്കുന്നില്ല എങ്കിൽ they might even face legal threats from patients അല്ലെ. അങ്ങനെ പേഷ്യൻസ് അപ്പൊ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഇങ്ങനെ അനുഭവിച്ചിരിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റൽ ഭാഗത്ത് നിന്ന് അവർ യാതൊരു മൈൻഡും ചെയ്യുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? ഈ പേഷ്യൻസ് എന്ത് ചെയ്യും? നിയമപരമായിട്ട് ഹോസ്പിറ്റലുകാര് ഭീഷണി നേരിടേണ്ടി വരുന്നത്. അതായത് അവർ അപ്പൊ തന്നെ കംപ്ലൈന്റ് ചെയ്യുമെന്ന്, നിയമപരമായിട്ട് നേരിട്ട് ചിലപ്പോൾ PR വിളിച്ചെന്ന് പരാതിപ്പെടാം അല്ലെ. അങ്ങനെ അവർ നിയമപരമായിട്ട് നേരിട്ട് പേഷ്യൻസ് പരാതിപ്പെടുന്നു. Hospital cannot disregard such situation, so it's better to learn how to cope with patients അല്ലെ. അതുകൊണ്ട് എന്താണ്, അതിനാൽ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം? ബെറ്റർ ലേൺ ടു ഹൗ കോപ്പ് വിത്ത് പേഷ്യൻസ്, പേഷ്യൻസിനെ നേരിടാനായിട്ട് പഠിച്ചിരിക്കണം എന്ന്, ലേൺ ചെയ്യണം എന്ന്, എങ്ങനെയൊക്കെ അവർ നേരിടണം എന്ന് പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. ആസ് എ കെയർ പ്രൊവൈഡർ, ഒരു കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ ഹോസ്പിറ്റൽസ് നീഡ് ടു റിയലൈസ് ദ വാർണിംഗ് സൈൻസ് ആൻഡ് കൺട്രോൾസ് ദ സിറ്റുവേഷൻ ബിഫോർ ഇറ്റ് ഗെറ്റ് റോസൻഡ്. റോസൻഡ് എന്ന് വെച്ചാൽ എന്താണ്? വഷളാകുക, അതായത് പ്രശ്നം ഗുരുതരമാകുന്നതൊക്കെ പറയേ. അതായത് ഒരു കെയർ പ്രൊവൈഡർ എന്ന നിലയിൽ മുന്നറിയിപ്പ് അടയാളങ്ങൾ, അതായത് ഇങ്ങനെ കംപ്ലൈന്റ് കൊടുക്കുന്നതൊക്കെ ഒരു സൂചനയൊക്കെ നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളൊരു മുന്നറിയിപ്പ്, സയൻസ് ആൻഡ് കൺട്രോൾസ്, മുന്നറിയിപ്പ് അടയാളങ്ങൾ തിരിച്ചറിയുകയും ബിഫോർ ഇറ്റ് ഗെറ്റ്സ് റോസൻഡ്, സ്ഥിതി വഷളാവുകയും ചെയ്യുന്നതിന് മുൻപ് തന്നെ അത് നിയന്ത്രിക്കണം, അതിനെ കൺട്രോൾ ചെയ്യണമെന്ന്. അതായത് ഇപ്പോ അവരിങ്ങനെ ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ വെയിറ്റിംഗ് റൂമിലൊക്കെ നിൽക്കുമ്പോൾ ചിലവർ പ്രശ്നമൊക്കെ ഉണ്ടാക്കും അല്ലെ. ചിലവരത് നഴ്സസിനോട് വന്നിട്ട് നഴ്സുമാരോട് വന്ന് ചൂടാവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോ അത് സ്ഥിതി ഇങ്ങനെ വഷളാകാതിരിക്കാനായിട്ട്, മോശപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ തന്നെ അതിനെ കൺട്രോൾ ചെയ്യണം, നിയന്ത്രിക്കാന്ന് വെച്ചാൽ എങ്ങനെയാ? ഇപ്പൊ ശരിയാകും, ഇനി കുറച്ച് ടൈം കൂടി നിന്നാൽ മതി കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവരോടൊന്ന് ഡീൽ ചെയ്യുക, പ്രശ്നം ഗുരുതരമാക്കാതിരിക്കുക. ആൻഡ് നീഡ് ടു ക്രിയേറ്റ് ബെസ്റ്റ് പ്രാക്ടീസ് ആൻഡ് ഫോളോ ദം ടു ഹാൻഡിൽ ആംഗ്രി പേഷ്യൻസ് അല്ലെ. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആംഗ്രി പേഷ്യൻസിനെ കൈകാര്യം ചെയ്യാനായിട്ട് മികച്ച പുതിയ രീതികൾ, പ്രാക്ടീസുകൾ അവർ ഫോളോ ചെയ്യണമെന്ന് ഹോസ്പിറ്റലുകാര് അല്ലെ. അപ്പൊ ആംഗ്രി പേഷ്യൻസിനെ ഡീൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു കാര്യമല്ല, ചെറിയ കാര്യമാണോ?
ഇപ്പൊ നിങ്ങൾ നാളെ ഹോസ്പിറ്റല് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞു, ദെൻ എക്സാം ഒക്കെ എഴുതി പാസ്സായി, ദെൻ നാളെ ഒരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂവിൽ പോയി ജോലിയിൽ കയറേണ്ടവരാണ്. ആണോ? ടൈം പാസിന് ആരും പഠിക്കുന്നവരില്ലല്ലോ. ഫ്യൂച്ചറിൽ ഒരു ജോലി മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ പഠിക്കുന്നവരല്ലേ എല്ലാവരും. ആണോ? ഓക്കെ. അപ്പോ നിങ്ങൾ നാളെ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യേണ്ടവരാണ്. അവിടെ ഇതേപോലത്തെ ഒരു ആംഗ്രി പേഷ്യൻസിന് നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് ഷുവർ ആയിട്ടുള്ള കാര്യമാണ് അല്ലെ? അപ്പോ ഏതെല്ലാം രീതിയിലാണ് കൈകാര്യം ചെയ്യേണ്ടത് ക്ലിയർ ആയോ? അല്ലെ? അതിപ്പോ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ പാനലിൽ നിങ്ങളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. മേ ബി നിങ്ങൾ ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ ഒരു സെക്ഷൻ, ഇപ്പൊ നിങ്ങൾ റിസപ്ഷനിലാണോ ഏത് സെക്ഷനിലാണെങ്കിലും നിങ്ങളുടെ അടുത്തൊരു ആംഗ്രി പേഷ്യൻസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ ആ പേഷ്യൻസിനെ ഏത് രീതിയിലായിരിക്കും ഡീൽ ചെയ്യുന്നത്? ചോദിച്ചൂടെ ക്വസ്റ്റ്യൻ? ചോദിച്ചൂടെ? ഇന്റർവ്യൂവിന് പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. നമ്മൾ പഠിക്കുന്നത് ജസ്റ്റ് എക്സാം എഴുതി പാസ്സാവാൻ മാത്രമല്ല. എപ്പോഴും ഞാൻ പറയാറുണ്ട്, കാരണം നമുക്കിത് കഴിഞ്ഞിട്ട് ഭാവിയിൽ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നതാണ്. അപ്പൊ അവിടേക്ക് ഇതൊക്കെ ചോദിക്കും. അന്ന് നിങ്ങളെ ഓർക്കും മിസ് പറഞ്ഞിട്ടുണ്ടല്ലോ ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പൊ ആംഗ്രി പേഷ്യൻസിന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി അടുത്തത് നോക്കുന്നത് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസും നമ്മൾ നേരത്തെ ഇത് ഓർഡർ തിരിച്ചാട്ടം കിടക്കുന്നത്. നമുക്ക് ആദ്യം ഹോസ്പിറ്റലിന് എന്ത് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. വാട്ട് ക്യാൻ ഹോസ്പിറ്റൽ ഡു ഡീൽ വിത്ത് ആംഗ്രി പേഷ്യൻസ്? എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ ആംഗ്രി പേഷ്യൻസിനെ നേരിടേണ്ടതെന്ന് നമുക്ക് എങ്ങനെ നേരിടണം എന്ന് ചോദിക്കാം. നോക്കാം കേട്ടോ, എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ നേരിടേണ്ടത്. Take a deep breath and try to remain calm. അല്ലെ? അതായത് ടേക്ക് എ ഡീപ് ബ്രീത്ത് എടുക്കാം, ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ശാന്തത പാലിക്കാൻ. ആരെങ്കിലും ചെയ്യാറുണ്ടോ ഇങ്ങനെയുള്ള ഒരു കാര്യം? അതായത് ഭയങ്കര ദേഷ്യപ്പെടുന്ന സമയത്ത്, നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക. ചെയ്യാറുണ്ട്. ഓക്കെ, റിസൾട്ട് ഉണ്ടോ? അതിന് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ട് കേട്ടോ. നല്ലൊരു റിസൾട്ട് തന്നെയാണ് അല്ലെ? നമ്മൾ ഭയങ്കര, അതായത് നമ്മളൊന്ന് ശാന്തമായിട്ടിരിക്കുക, നമ്മൾ സംസാരിക്കാതെ ഒന്ന് കാമൻ ക്വയറ്റ് ആയിട്ടിരിക്കുക അല്ലെ? അപ്പൊ നമ്മളുടെ ഒരു എന്താ പറയാ, നമ്മളുടെ ഒരു തലക്കൂടി ഓടുന്ന ഒരു എന്താ പറയാ ഭയങ്കര ടെൻഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊന്ന് കുറയും, ശാന്തമാകും അല്ലെ? അതായത് ഒരു ഡീപ് ബ്രീത്ത് എടുക്കുക, റിമൈൻ കാം അല്ലെ? അത് ശാന്തത പാലിക്കുക. സെക്കൻഡ് വൺ, gather all the details about patient diseases and treatment provided to them. രോഗിയുടെ രോഗത്തെ കുറിച്ചും നൽകിയിട്ടുള്ള ചികിത്സയെ കുറിച്ചൊക്കെ വിവരങ്ങളൊക്കെ ശേഖരിക്കുക. Then spend quality time with the patient to defend reasons behind their outburst. എന്താ outburst എന്ന് വെച്ചാൽ? outburst means പൊട്ടിത്തെറി. പൊട്ടിത്തെറി എന്ന് വെച്ചാൽ എന്താണ്? ഈ പ്രശ്നങ്ങള് ഭയങ്കരമായിട്ട് ചൂടായി ദേഷ്യപ്പെടുക എന്നൊക്കെ പറയില്ലേ, പൊട്ടിത്തെറിക്കുക അല്ലെ? അപ്പോ ആ പൊട്ടിത്തെറിയുടെ കാരണം എന്താണെന്ന് തിരിച്ചറിയുക എന്ന്. പൊട്ടിത്തെറിക്ക് പിന്നിലെ കാരണം. സ്പെൻഡ് ക്വാളിറ്റി ടൈം, അതായത് ഒരു നൈസായിട്ടൊക്കെ പോയി ചോദിക്കുക, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ദേഷ്യപ്പെട്ടത്, എന്താണ് അതിന് കാരണം എന്നുള്ളത് ഒന്ന് ചോദിച്ചറിയുക അവരോട്. ഷോ എംപതി ആൻഡ് ട്രൈ ടു സോൾവ് ദെയർ ഇഷ്യൂസ് അല്ലെ? അതായത് അവരോട് പേഷ്യൻസിനോട് സഹാനുഭൂതി, ഒരു എംപതി കാണിക്കുക. അതുപോലെ തന്നെ അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി അത് സോൾവ് ചെയ്യാവുന്ന ഇഷ്യൂ സോൾവ് ചെയ്ത് കൊടുക്കുക. അടുത്ത പോയിന്റ്, അവോയ്ഡ് ഗിവിംഗ് എവേ ടു എനി ആർഗ്യുമെന്റ്സ് ആൻഡ് ഡിഫെൻഡ് അഗെയിൻസ്റ്റ് ട്രിപ്സ്. അതായത് നമ്മള് ആർഗ്യുമെന്റ്സ് മറ്റു വാദങ്ങൾക്കൊന്നും വിട്ടുകൊടുക്കാതിരിക്കാൻ. അതായത് ചെറിയൊരു പ്രശ്നമാണെങ്കിൽ ആ പ്രോബ്ലം എന്താണെന്ന് അവരോട് ചോദിച്ചറിഞ്ഞ് അതിനുള്ള ഒരു സോൾവ് ചെയ്ത് കൊടുക്കുക, പ്രശ്നം സോൾവ് ചെയ്ത് കൊടുക്കുക. ദെൻ അത് മറ്റു വാദങ്ങൾക്ക്, അതായത് അത് വലിയ വലിയ സംഭവങ്ങൾക്ക് ഇടയാക്കാതെ അവർ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണെങ്കിൽ അതിനെ മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അത് സോൾവ് ചെയ്ത് കൊടുക്കുക. Then last one, protect legally by carefully documenting clinical and administrative complaints. അല്ലെ? ഇപ്പൊ പേഷ്യൻസിന്റെ കംപ്ലൈൻസുകൾ ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യുക? പ്രതിരോധിക്കുക. അതുപോലെ തന്നെ ക്ലിനിക്കൽ പരമായിട്ടും ചികിത്സാപരമായിട്ടോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായിട്ടും കംപ്ലൈൻസുകളൊക്കെ ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് രേഖപ്പെടുത്തി വെക്കുകയാണ്. അതായത് പ്രശ്നങ്ങൾ നൽകുമ്പോൾ അതിനെ പരിഗണിക്കുക. പേഷ്യൻസിന്റെ പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാം, പരിഗണിക്കുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ആംഗ്രി പേഷ്യൻസ് വരുമ്പോൾ ഒരു ഹോസ്പിറ്റല് നേരിടേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി അതിന്റെ ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസും കൂടി ഉണ്ട്. അപ്പോ നമ്മുടെ ക്ലാസ്സിന്റെ ടൈം കഴിഞ്ഞു, പക്ഷെ ഇന്ന് ഇല്ല, അപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്.
Then 5 minutes break തരാം. ബ്രേക്ക് വേണോ? 5 minutes ഒരു അരമണിക്കൂർ കൂടി കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ. അതിൽ കൊടുത്ത് ബോറാക്കുന്നില്ല. ബ്രേക്ക് വേണോ? 5 minutes. വേണ്ടാന്നാണോ? റെസ്പോൺസ് ഇല്ലാലോ ആരോ. ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത്തിരി ചാപ്റ്റർ മീൻസ് കുറച്ച് ജനറൽ ആയതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് കേട്ടോ. ചിലപ്പോ ബോറടിക്കാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഈ ഇനി ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് കൂടി ഒന്ന് പറയാം, എന്നിട്ട് ഒരു 5 minutes ബ്രേക്ക് എടുക്കാം, എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഇല്ലേ? ഇംപ്ലിമെന്റിംഗ് കൂടി പറയാം. ഈ ഒരു പോയിന്റ് അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 5 minutes നിങ്ങൾ ബ്രേക്ക് എടുത്തോളൂ. ഓക്കെ, എനിക്കറിയാലോ എന്താണ് ഓരോരുത്തരുടെയും വൈകുന്നത്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. നല്ല ടൈമാണല്ലോ, ഒരു കണ്ടിന്യൂസ് വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും കുഴപ്പമില്ല, ബോറടിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് പോകാം. ഇനി നമ്മൾ ഇംപ്ലിമെന്റിംഗ് ആണ് പറയുന്നത്. അപ്പോ ആംഗ്രി പേഷ്യൻസിനെ നമ്മൾ ഡീൽ ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. അതില് ഇംപ്ലിമെന്റിംഗ് എന്തെല്ലാം തന്ത്രങ്ങൾ നമുക്ക് ഹോസ്പിറ്റലുകാർക്ക് പ്രയോഗിക്കാമെന്ന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെയും പറയുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ, വായിക്കുന്നത് ശ്രദ്ധിക്കുക. കാരണം വളരെ കുഞ്ഞ് അക്ഷരമാണ്. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? കുഴപ്പമില്ലല്ലോ, കാണാൻ പറ്റുന്നുണ്ടോ PDF-ല്? ഓക്കെ, എന്റെ കയ്യിലുള്ള PDF നോക്കിയാണ് വായിക്കുന്നത്. സ്റ്റെപ്പ് 1 നോക്കുക. അക്നോളജ് ആൻഡ് ലിസൺ ടു പേഷ്യൻസ് കംപ്ലൈൻസ് കാംലി. അല്ലെ, പേഷ്യൻസിന്റെ കംപ്ലൈൻസിനെ അംഗീകരിക്കുക, അതുപോലെ അതിനെ ശാന്തമായിട്ട് അതിനെ സ്വീകരിക്കുക, അംഗീകരിക്കുക. സ്റ്റെപ്പ് 2, ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ റൂട്ട് കോസ് ഓഫ് ദ പ്രോബ്ലം. അല്ലെ, പ്രശ്നത്തിന്റെ റൂട്ട് കോസ്, പ്രധാന എന്താണ് അതിന്റെ പേര്, അല്ലെങ്കിൽ അതിന്റെ പ്രധാന കാരണം എന്താണെന്ന് കണ്ടെത്തുക, മനസ്സിലാക്കുക. അവോയ്ഡ് ബി ഡിഫെൻസീവ് ആൻഡ് റെസ്പോൺസ് വിത്ത് എംപതി. പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് അവരോട് ഡിഫെൻസീവ് ആയിട്ട് പെരുമാറേണ്ടെന്ന്, അവോയ്ഡ് ചെയ്യാന്ന് വെച്ചാല് പ്രതിരോധം ഒഴിവാക്കുക, പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ. റെസ്പോണ്ട് വിത്ത് എംപതി, ഒരു എമ്പതിയോടുകൂടി, അതായത് ഒരു സഹാനുഭൂതി, നല്ലൊരു രീതിയിലോടുകൂടി തന്നെ അവരോട് പെരുമാറുക. സ്റ്റെപ്പ് 4-ൽ പറയുന്നത് മേക്ക് പേഷ്യൻസ് ഫീൽ ദാറ്റ് ദെയർ കൺസേൺസ് ആർ ടേക്കൺ സീരിയസ്ലി. അതായത് പേഷ്യൻസിന് ഒരു ഫീല് വരണമെന്ന്, അതായത് ഞങ്ങളുടെ പ്രശ്നങ്ങള് ഗൗരവമായിട്ട് ഹോസ്പിറ്റലുകാർ എടുക്കുന്നുണ്ടെന്നുള്ള ഒരു ധാരണ പേഷ്യൻസിൽ ഉണ്ടാക്കുക. അല്ല, ഇപ്പൊ നമ്മളൊരു കംപ്ലൈൻസ് കൊടുത്തു, അവർ ആ കംപ്ലൈൻസ് കേൾക്കാതെ വകവെക്കാതിരിക്കണമെങ്കിൽ നമ്മൾ എന്താ കരുതുന്നത്? നമ്മുടെ കംപ്ലൈൻസിന് ഒരു യാതൊരു വിലയും ഇല്ലെന്നല്ലേ നമ്മൾ വിചാരിക്കൂ? ആണോ? നിങ്ങളൊരു കംപ്ലൈന്റ് കൊടുത്തു, അവർ ആ കംപ്ലൈന്റ് വായിച്ചും കൂടി നോക്കുന്നില്ല, ആ പേപ്പർ അവിടെ തന്നെ ഇരിക്കുക. ഇതിന്റെ അർത്ഥം എന്താ? നമ്മളുടെ ഒരു വില മീൻസ് നമ്മൾ പറയുന്ന ഒരു കംപ്ലൈന്റ്സിന് ഒരു വില വെക്കുന്നില്ലെന്നല്ലേ ഇതിന്റെ അർത്ഥം. So make the patient feel that their concerns are taken seriously. അവർക്ക് അവരുടെ ഗൗരവത്തോടു കൂടി അവരുടെ ആശങ്കകളെ എടുക്കുന്നുണ്ടെന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കുക. ഇനി സ്റ്റെപ്പ് 5-ൽ പറയുന്നത് apologize and take quick action to settle the problem. അല്ലെ, എന്താ അവരോട് പേഷ്യൻസിനോട് ക്ഷമ ചോദിക്കുക പ്രോബ്ലത്തിനുള്ള, ദെൻ അതിനുള്ള ആക്ഷൻസ്, ആ പ്രോബ്ലത്തിന് സെറ്റിൽ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. Then last one, step 6-ൽ പറയുന്നത് communicate clearly about what you can do about the situation. അല്ലെ, ഇപ്പൊ ഒരു പ്രശ്നം ഉണ്ടായി, അപ്പോ ആ പ്രശ്നത്തിൽ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കുക, ഒരു ആശയവിനിമയം നടത്താന്ന് പേഷ്യന്റിനോട് സംസാരിക്കുക. നിങ്ങളുടെ ഈ പ്രോബ്ലത്തിന് നമുക്ക് പരിഹാരം കണ്ടെത്താട്ടോ, നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ ഫെസിലിറ്റീസിൽ കുറച്ചും കൂടി മാറ്റങ്ങൾ ഞങ്ങൾ വരുത്താം എന്നുള്ളൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ പേഷ്യന്റും ആ ഹോസ്പിറ്റലുകാരും തമ്മിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക. ഓക്കെ, ഇത്രയുമാണ് ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസിൽ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, ജസ്റ്റ് ഒന്ന് വായിക്കാം. ദെൻ 5 minutes നിങ്ങൾ ബ്രേക്ക് എടുത്തോളൂ. ദെൻ 5 minutes ബ്രേക്ക് കഴിഞ്ഞിട്ട് എല്ലാവരും ക്ലാസ്സിൽ തന്നെ ഉണ്ടായിരിക്കണം, പോകരുത് ആരും. ഓക്കെ, അധികം കൊടുക്കണില്ല, കുറച്ചൊരു ചെറിയൊരു പോർഷനും കൂടി എടുക്കുന്നുള്ളൂ. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, 5 minutes ഒന്ന് ബ്രേക്ക് എടുത്ത് ജസ്റ്റ് ഒന്ന് വെള്ളമൊക്കെ കുടിച്ചൊന്ന് ഫ്രഷ് ആയിക്കോളൂ കേട്ടോ.
ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം. ബ്രേക്ക് കഴിഞ്ഞ് എത്തിയല്ലാവരോ? കണ്ടിന്യൂ ചെയ്യാലോ? വായിച്ചോ? മൂന്നാമത്തെ റീസൺ വായിച്ചായിരുന്നോ? കംപ്ലീറ്റ് ചെയ്തോ? വായിച്ച? ഓക്കെ. നാലാമത്തെ റീസൺ നോക്കാം. ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, അല്ലെ? പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിനെ ഇംപ്രൂവ് ചെയ്യാൻ, അനുഭവമുള്ള ഇംപ്രൂവ് ചെയ്യാന്ന് നോക്കാം. Most doctors spend a short span of time in which they want to complete various tasks, from catching up with the patients, understanding their concerns, and providing the required treatment. In such cases, it would be difficult for doctors to address all the problems of patients. Complete ആയിട്ട് വായിച്ചാണ് കേട്ടോ, പറഞ്ഞുതരാം. കൺസെപ്റ്റ് ആണ്. അതായത് മോസ്റ്റ് ഡോക്ടേഴ്സ് സ്പെൻഡ് എ ഷോർട്ട് സ്പാൻ. ഷോർട്ട് സ്പാൻ എന്ന് വെച്ചാൽ ചെറിയൊരു കാലയളവ്, അല്ലെ? ചെറിയൊരു കാലയളവ്. Most doctors spend short spans in time which they want to complete various tasks. അല്ലെ? ഇതൊരു എൻഡിങ് ഇല്ലാത്തൊരു സെന്റൻസ് ആണ് കേട്ടോ. ഇത് സംഭവം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മള് ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേ ഇത് കൂടുതലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ഇരിക്കാം. അതായത് നമ്മളിപ്പോ ഒരു ഡോക്ടറെ പോയി കണ്ടു വിചാരിക്കുക. നമ്മൾ അവിടെ പോയി ട്രീറ്റ്മെന്റ്സ് ഒക്കെ എടുത്തു, നമുക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആയി, നല്ല ട്രീറ്റ്മെന്റ് ആണ്, നമ്മളുടെ അസുഖമൊക്കെ ഭേദമായി, ഒക്കെ ആയി. ദെൻ നെക്സ്റ്റ് ടൈമിൽ നമ്മൾ വീണ്ടും എന്തെങ്കിലും അസുഖം വരുമ്പോഴും നമ്മൾ വീണ്ടും ആ ഡോക്ടറെ തന്നെ പോയി കാണാനുള്ളൂ, അല്ലെ? അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിന്റെ പേര് പറഞ്ഞു, ഡോക്ടറിന് ചീട്ട് എടുക്കാൻ നിൽക്കുകയാണ്. അപ്പോഴാ പറയുന്നത് ആ ഡോക്ടർ അവിടെ ഇല്ല, ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ ഇത് മാറിപ്പോയി എന്ന് പറയും, ഇല്ലേ? എല്ലാവർക്കും ഇത് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവുമല്ലോ. ഉണ്ടോ? അനുഭവം ഉണ്ടോ? നമ്മുടെ ഒരു ഡോക്ടറെ കണ്ട് നമുക്ക് ആ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി ഇഷ്ടപ്പെട്ടൊക്കെ വരുമ്പോഴേക്കും നെക്സ്റ്റ് ടൈമിൽ നമ്മൾ ചെല്ലുമ്പോഴും ഡോക്ടർ ഉണ്ടാവില്ല. ഇത് കൂടുതലും ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലല്ലേ കൂടുതലും അങ്ങനെ വരുന്നത്? ആണോ? നിങ്ങളുടെ അറിവിൽ അങ്ങനെയാണോ? മീൻസ് എന്റെ അറിവിൽ അങ്ങനെയാണ് കേട്ടോ. അതായത് ഗവൺമെന്റിലാവുമ്പോഴേ അവർക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ഒക്കെ വന്ന് ഡോക്ടേഴ്സ് മാറിപ്പോകാറുണ്ട്, അല്ലെ? അപ്പൊ ഒരു ചെറിയൊരു കാലയളവിൽ മാത്രം ഉണ്ടാവാറുള്ളൂ. അതാണ് അവിടെ പറയുന്നത്. ഷോർട്ട് സ്പാനിലായിരിക്കും ഡോക്ടേഴ്സ് ഇരിക്കുന്നത്. സോ അതിനാൽ എന്ത് പറ്റും? They want to complete various tasks, from catching up with patients, understanding their concerns, and providing required treatments. അല്ലെ? അതിനാൽ തന്നെ എന്താവുന്നതാണ്? രോഗികളുടെ ആശങ്കകൾ മനസ്സിലാക്കാൻ പറ്റില്ല, ട്രീറ്റ്മെന്റ്സ് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെ? ശരിയായിട്ടുള്ള കാര്യമല്ലേ? ട്രീറ്റ്മെന്റ് ആ ഡോക്ടർ സ്റ്റാർട്ട് ചെയ്തു, പകുതി വരെ എത്തിക്കഴിയുമ്പോഴായിരിക്കും ഡോക്ടറിനെ മാറ്റേണ്ടിട്ട് ഡോക്ടർ പോകുന്നത്. ദെൻ നമ്മൾ വരുമ്പോൾ അടുത്തൊരു പുതിയൊരു ഡോക്ടർ ആയിരിക്കും, അല്ലെ? പുതിയ ഡോക്ടർ ആകുമ്പോൾ ചിലപ്പോ ഓൾറെഡി നമുക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തതായിരിക്കാം. പക്ഷെ ആ ഡോക്ടർ ഒന്നും കൂടി വീണ്ടും നമ്മൾ ടെസ്റ്റുകളും മറ്റും ചെയ്യിപ്പിക്കാറുണ്ട്, ഇല്ലേ? അങ്ങനെയല്ലേ പൊതുവെ ഡോക്ടേഴ്സ് ചെയ്യുന്നത്? ചില ഡോക്ടറുകളൊക്കെ കണ്ടിന്യൂ ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യും. പക്ഷെ ചില ഡോക്ടേഴ്സ് വീണ്ടും ഒന്നിൽ നിന്ന് തുടങ്ങി എല്ലാ ടെസ്റ്റുകളും നടത്തും, ട്രീറ്റ്മെന്റ്സുകളും സ്റ്റാർട്ട് ചെയ്യും, അല്ലെ? അപ്പോ നമ്മളുടെ ആ ഒരു ട്രീറ്റ്മെന്റിന്റെ പൂർണ്ണത കിട്ടില്ല, ശരിക്കും പറഞ്ഞൊരു കണ്ടിന്യൂഷൻ നമുക്ക് ലഭിക്കുന്നില്ല. In such cases, it would be difficult for doctors to address the problem of the patients. അതിനാൽ എന്ത് പറ്റും? രോഗിയുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഡോക്ടേഴ്സിന് സാധിക്കില്ല, അല്ലെ? സാധിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ ട്രീറ്റ്മെന്റ്സ് പകുതി ആകുമ്പോഴേക്കും ഡോക്ടറിന് സ്ഥലം മാറ്റം കിട്ടും. പിന്നെ ചിലപ്പോൾ ഡോക്ടർ വല്ല ദൂരെ ഏതെങ്കിലും പ്ലേസിലൊക്കെ ആയിരിക്കും, നമുക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മളപ്പോ എന്ത് ചെയ്യും? പുതിയ ഡോക്ടർ ഏതാണോ ആ ഡോക്ടറെ തന്നെ നമ്മൾ പോയി കാണും, അല്ലെ? അതല്ലേ നമ്മൾ ചെയ്യാറ്. Then if we do not get answer for specific queries like, അതായത് ഹോസ്പിറ്റലുകാർക്ക് ക്വറീസ് ലൈക്ക് മീൻസ് ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കണം, ഒരു ഉത്തരം ലഭിക്കണം. അതായത് ക്വസ്റ്റ്യൻസ് നോക്കാം. Did we provide the desired care? അല്ലെ? ആവശ്യമായിട്ടുള്ള പരിചരണം ലഭിച്ചോ പേഷ്യൻസിന്? Then did we the right advice? ശരിയായിട്ടുള്ള ഉപദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ, കിട്ടിയിട്ടുണ്ടോ എന്ന് പേഷ്യൻസിനോട് ചോദിക്കാനായിട്ട് ഹോസ്പിറ്റലിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെ, നിങ്ങൾക്ക് ശരിയായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കെയർ ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ശരിയായിട്ടുള്ള അഡ്വൈസ് ഉപദേശങ്ങൾ, ഡോക്ടേഴ്സിന്റെ ഉപദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടോ?
would be difficult for hospital to improve the patient satisfaction. ഈ രണ്ട് ചോദ്യങ്ങൾക്കും പേഷ്യൻസിൽ നിന്നും ഉത്തരം ലഭിച്ചിട്ടില്ല എങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? പേഷ്യൻസിന്റെ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ? ബുദ്ധിമുട്ടല്ലേ? അതായത് അവർക്ക് നല്ല സേവനം ലഭിച്ചിട്ടില്ല എന്ന് പറയണം പേഷ്യന്റ്. അതുപോലെ തന്നെ അഡ്വൈസ് ഒന്നും ലഭിച്ചിട്ടില്ല എങ്കിൽ നല്ല എക്സ്പീരിയൻസ് ആണോ പേഷ്യന്റിന് ലഭിച്ചിരിക്കുന്നത്? ആയിരിക്കോ? നിങ്ങൾ പറയണ് എനിക്ക് നല്ല ട്രീറ്റ്മെന്റ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ലഭിച്ചിട്ടില്ല, അതുപോലെ നല്ലൊരു ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല, അപ്പോ എന്റെ എക്സ്പീരിയൻസ് നല്ലതാണോ? ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ? അല്ല അല്ലെ? സോ എന്താണ് പേഷ്യൻസിന്റെ അനുഭവം മെച്ചപ്പെടുത്താനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നല്ലൊരു പരിചരണവും അതുപോലെ തന്നെ നല്ല ട്രീറ്റ്മെന്റ്സും പേഷ്യൻസിന് കൊടുത്താലല്ലേ അവർ സാറ്റിസ്ഫൈഡ് ആവുകയുള്ളൂ. Okay. Then one of the best ways to improve it is by engaging with the patients and addressing their problems correctly after every interaction. അപ്പോ ഏറ്റവും നല്ലൊരു മാർഗം, അതായത് പേഷ്യൻസിന്റെ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ളൊരു ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻഗേജിങ് വിത്ത് പേഷ്യൻസ്. എപ്പോഴും ഓരോ ഇന്റർവ്യൂസിലും ഓരോ ഇന്ററാക്ഷൻസിലും പേഷ്യൻസിനോട് നമ്മൾ സംസാരിക്കുന്ന ഓരോ ടൈമിലും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കാൻ, മീൻസ് അവരോട് മനസ്സിലാക്കുക, അഡ്രസ്സിങ് ദെയർ പ്രോബ്ലംസ്. അവരുടെ പ്രോബ്ലംസ് എന്താണോ? ചിലപ്പോ ഫെസിലിറ്റികളുടെ അഭാവമായിരിക്കാം, ചിലപ്പോ സ്റ്റാഫുകളുടെ പെരുമാറ്റമാകാം, ട്രീറ്റ്മെന്റ്സിന്റെ എന്തെങ്കിലും അഭാവങ്ങളായിരിക്കാം. അത് എന്താണെന്ന് അവരുടെ പ്രോബ്ലത്തെ മനസ്സിലാക്കുക, മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക? അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസിൽ പറയുന്നത്. മെയിൻ ആയിട്ട് പറയുന്നത് ഡോക്ടേഴ്സിന്റെ കാര്യമാണ്. ഓക്കെ, ഇനി what hospital can do improve patient experience അല്ലെ? ഹോസ്പിറ്റലിന് പേഷ്യന്റിന്റെ അനുഭവം മെച്ചപ്പെടുത്താനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് establish a centralized hospital information system to streamline hospital processes, patient registration, appointment scheduling, generating bills, publishing lab test report, setting up reminders, etc. അല്ലേ? അതായത് സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം ആക്കുകയാണ്. ഇപ്പൊ എല്ലായിടത്തും കമ്പ്യൂട്ടറൈസ്ഡ് സിസ്റ്റം അല്ലേ? ആണോ? മിക്ക ഹോസ്പിറ്റലുകളിലും അങ്ങനെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളൊരു സെൻട്രലൈസ്ഡ് ഹോസ്പിറ്റൽ ഇൻഫോർമേഷൻ സിസ്റ്റം കൊണ്ടുവരാൻ എന്തെല്ലാം കാര്യങ്ങളില്? പേഷ്യന്റ് രജിസ്ട്രേഷൻ അല്ലെ? ഇപ്പൊ രജിസ്ട്രേഷൻ ഒക്കെ ഓൺലൈൻ രജിസ്ട്രേഷൻസ് ഒക്കെ ഹോസ്പിറ്റലുകളില്, appointment scheduling, then bills, generating bill, then publishing lab test report. റിപ്പോർട്ടുകളൊക്കെ നമുക്കിപ്പോ വാട്സപ്പിലൊക്കെ അയച്ചുതരാറില്ലേ? അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ റൂമിലേക്ക് ഡയറക്ട്ലി മെയിലാണ് ഇപ്പോ ലാബ് ടെസ്റ്റുകൾ അയക്കുന്നത്. ആണോ? പണ്ട് എങ്ങനെയാണ്? നഴ്സ് റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് വരും ആ ഒരു ടൈമിൽ ഡോക്ടറിന്റെ റൂമിലേക്ക്. ഇപ്പൊ അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ടോ? ഇപ്പൊ എങ്ങനെയാ റിസൾട്ട് നമുക്ക് നേരിട്ട് ഡയറക്ട്ലി ഡോക്ടറിന്റെ റൂമിലേക്കല്ലേ റിസൾട്ട് വരുന്നത്? ഡോക്ടറിന്റെ മുറിയിലത്തെ ആ ഒരു കമ്പ്യൂട്ടറിലേക്കാണ് നമുക്ക് കൃത്യമായിട്ടും സിസ്റ്റത്തിലോട്ടാണ് ഇമെയിൽ വഴി വരുന്നത്. മൂന്നാമത്തെ പോയിന്റ്, ഫോക്കസ് ഓൺ ഈച്ച് പേഷ്യന്റ് ആൻഡ് പ്രൊവൈഡ് പേഴ്സണലൈസ്ഡ് പേഷ്യന്റ് കെയർ. ഓരോ പേഷ്യൻസിനും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള ഒരു ശ്രദ്ധ കേന്ദ്രീകരണം കൊടുക്കുകയാണ്. മീൻസ് പേഴ്സണൽ ആയിട്ടുള്ള ഒരു പരിചരണം പേഷ്യൻസുകൾക്ക് നൽകുക. റീഡ് ഔട്ട് ദ പേഷ്യന്റ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ്. ചാനൽസ് ഉദ്ദേശിക്കുന്നത് ഡയറക്ഷൻസ് എന്നാണ്. വിവിധ മാർഗങ്ങളിലൂടെ റീഡ് ഔട്ട്, പേഷ്യൻസിനെ വായിക്കുക, രോഗികളെ വായിക്കുക എന്ന് വെച്ചാൽ എന്താ? അവരെ അറിയുക, അവരുടെ പ്രോബ്ലംസിനെ മനസ്സിലാക്കുക. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ദം ഓൺ ഡിഫറെന്റ് ചാനൽസ് അല്ലെ? അത് ആശയവിനിമയം നടത്താണ്. പല മാർഗങ്ങളിലൂടെ അവരോട് ആശയവിനിമയം നടത്തുക. കണ്ടക്ട് പേഷ്യന്റ് സർവേ ടു കളക്ട് വാല്യുബിൾ ഫീഡ്ബാക്ക്. പേഷ്യൻസിന്റെ സർവേകൾ നടത്താം. അതിലൂടെ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നു. Try to understand how patient perceive the quality of care given. Try to understand പേഷ്യൻസിനെ മനസ്സിലാക്കുക. അതുപോലെ തന്നെ perceive the quality of care given. അവർക്കൊരു ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കെയർ നടപ്പിലാക്കുക. പെർസീവ് ചെയ്യാന്ന് വെച്ചാൽ നടപ്പിലാക്കി കൊടുക്കുക. ഡിസ്കസ് വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ്. സ്റ്റേക്ക് ഹോൾഡർ എന്ന് വെച്ചാൽ ആരാ? ഉടമ എന്ന് പറയും അല്ലെ? ഓഹരി ഉടമ. ഇവിടെ ഓഹരി ഉടമ എന്ന് ഉദ്ദേശിക്കുന്നത് ഹോസ്പിറ്റൽസിലെ മാനേജർ, ഡയറക്ടർ ഒക്കെയാണ്.
അപ്പൊ ഇംപ്ലിമെന്റ് ക്വാളിറ്റി മെഷേഴ്സ്, അതായത് ക്വാളിറ്റി മീൻസ് ഗുണനിലവാരമായിട്ടുള്ള ഇംപ്ലിമെന്റിംഗ് മെഷറുകൾ, ഗുണനിലവാര പദ്ധതികളൊക്കെ ചർച്ച ചെയ്യാവുന്ന, അതായത് അപ്പൊ പേഷ്യൻസിന്റെ ഇപ്പൊ ഫെസിലിറ്റികളോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റ്സുകള്, പുതിയ പുതിയ ചികിത്സാ രീതികള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഓണറുമായിട്ട് അല്ലെങ്കിൽ ഈ മാനേജറോ ഡയറക്ടേഴ്സോ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റിന്റെ എക്സ്പീരിയൻസിനെ നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി ഇവിടെ ഒരു പേഷ്യന്റ് എക്സ്പീരിയൻസിന്റെ ഒരു പിരമിഡ് ആണ് തന്നിരിക്കുന്നത്. സിമ്പിൾ ആണ്, നോക്കാം കേട്ടോ. പിരമിഡ് സ്ട്രാറ്റജിക്ക് പകരം ഇവിടെ ഒരു പിരമിഡ് ആണ്. നോക്കാം, പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് ആണ് ടോപ്പിലും, ദെൻ ഏറ്റവും ബോട്ടം ടോപ്പും എന്താണ് പേഷ്യന്റ് എക്സ്പീരിയൻസ്, രോഗിയുടെ അനുഭവം, പേഷ്യന്റ് ജേർണി, പേഷ്യന്റിന്റെ യാത്ര, then patient centric service, രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള സർവീസുകൾ, then patient experience ഉം patient centricയുടെയും കൂടി what value the practice delivers its patients, അല്ലെ, പരിശീലനം അതിന്റെ രോഗികൾക്ക് ഡെലിവർ ചെയ്യുന്ന കാര്യങ്ങൾ, then how the practice engaged with its patients, രോഗികളുടെ എങ്ങനെയാണ് പ്രാക്ടീസ് അതിൽ ഇടപെടുന്നത് എങ്ങനെയാണെന്ന്, പേഷ്യൻസിന്റെ ജേർണിയാണ്, അതായത് ട്രീറ്റ്മെന്റ്സിലൂടെയുള്ള ഒരു യാത്ര. ഓക്കെ, ഇതിനുള്ളിലത്തെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ഇത് ജസ്റ്റ് മനസ്സിലാക്കിയിരിക്കുകയാണ്, മനസ്സിലാവാൻ വേണ്ടിട്ട് എഴുതിയിരിക്കുകയാണ് കേട്ടോ. പേഷ്യന്റിന്റെ യാത്ര എങ്ങനെയൊക്കെയാണ്, പേഷ്യന്റിന്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ പ്രാക്ടീസ്, അതാണ് എക്സ്പീരിയൻസും ജേർണിയും ഉൾപ്പെടുന്നത്. അപ്പോ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ്. ആദ്യം പേഷ്യന്റ് എക്സ്പീരിയൻസ്, പേഷ്യന്റ് ജേർണി, പേഷ്യന്റ് സെൻട്രിക് സർവീസ്, ദെൻ പേഷ്യന്റ് എക്സ്പീരിയൻസ്. 4 കാര്യങ്ങൾ ഓർത്ത് വെക്കാം. ഓക്കെ, 2 ടോപ്പും ബോട്ടവും പേഷ്യന്റ് എക്സ്പീരിയൻസ് ആണ്, ദെൻ പേഷ്യന്റ് ജേർണിയും പേഷ്യന്റ് സെൻട്രിക് സർവീസസ്. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. 4ാമത്തെ റീസൺസ് ടു ഇംപ്രൂവ് പേഷ്യന്റ് എക്സ്പീരിയൻസ് വായിക്കാം. ലാസ്റ്റ് പോയിന്റ് ആണോ? സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ആണോ ഉദ്ദേശിച്ചത്? സ്റ്റേക്ക് ഹോൾഡർ ആണോ ചോദിച്ചത് ഡോക്ടർ? പിരമിഡ് ആണോ? പിരമിഡ് ആ പിക്ചർ അതുപോലെ തന്നെ നിങ്ങൾ പഠിക്കണം. കാരണം പേഷ്യന്റ് എക്സ്പീരിയൻസ് 4 കാര്യങ്ങളല്ലേ പറയുന്നുള്ളൂ. ജസ്റ്റ് അത് പറഞ്ഞിരിക്കുകയാണ്. പേഷ്യന്റിന്റെ അനുഭവം അല്ലെ, പേഷ്യന്റിന്റെ ജേർണി, ജേർണി എന്ന് പറഞ്ഞാൽ എന്താണ്, ട്രീറ്റ്മെന്റ്സും ടെസ്റ്റുകളിലൂടെയൊക്കെയുള്ള ഒരു യാത്ര. ദെൻ പേഷ്യന്റ് സെൻട്രിക് സർവീസ്, പേഷ്യന്റിന്റെ ഒരു രോഗി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ്സ് ആണ് പേഷ്യൻസിന് കൊടുക്കുന്നത്. ദെൻ വീണ്ടും പേഷ്യന്റ് എക്സ്പീരിയൻസ്, ഇത് അതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനുള്ളൂ. സിമ്പിൾ അല്ലേ, വേറെ ഒന്നും പറയാനില്ലല്ലോ. 3 കാര്യങ്ങൾ പറയാനുള്ളൂ. ടോപ്പിലും ബോട്ടത്തിലും പേഷ്യന്റ് എക്സ്പീരിയൻസ് ആണ്, ദെൻ ഒരെണ്ണം പേഷ്യന്റ് സെൻട്രിക്, ദെൻ പേഷ്യന്റ് ജേർണി. അത് അങ്ങനെ തന്നെ പഠിച്ചാൽ മതി കേട്ടോ. അത് ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒരു പിരമിഡ് പോലെ തന്നിരിക്കുന്നു എന്നുള്ളൂ. അതിൽ വേറെ ഡീറ്റെയിൽസ് ഒന്നും പഠിക്കാനില്ല കേട്ടോ. അതുപോലെ തന്നെ പഠിക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്. അതായത് പോയിന്റ്സുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മള് വാട്ട് ക്യാൻ ഡു ഹോസ്പിറ്റൽ ഇംപ്രൂവ്, അങ്ങനെ ഓരോ റീസണും എന്തെല്ലാം കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഇംപ്രൂവ് ചെയ്യിക്കാവുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. പോയിന്റ്സുകളൊക്കെ ഒന്ന് വായിക്കുക, ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണ്ട, നിങ്ങൾ മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, then നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ കാണുമ്പോ അത്യാവശ്യം ഒരു വായിച്ച വ്യക്തിക്കാണെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും കേട്ടോ, വലിയ ബുദ്ധിമുട്ടില്ല. അങ്ങനെ മീൻസ് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കാൻ ചാൻസ് ഇല്ല. ഇതുവരെ അങ്ങനെ ഭയങ്കര ടഫ് ആയിട്ട് എടുത്ത് ചോദിച്ചിട്ടൊന്നുമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ, ദെൻ അഞ്ചാമത്തെ റീസണും കൂടി ഒന്ന് വായിക്കാം. ജസ്റ്റ് ഞാൻ തുടങ്ങി വെക്കാം. ഓക്കെ, ടു ഇംപ്രൂവ് പേഷ്യന്റ് റിട്ടൻഷൻ. നോക്കാം, പേഷ്യന്റ് മീൻസ് രോഗിയെ നിലനിർത്തല്, രോഗിയെ നിലനിർത്താണ്. It is more cost effective to withhold old patients than to get new patients. അല്ലെ, പുതിയ രോഗികളെ ലഭിക്കുന്നതിന് പഴയ രോഗികളെ തടഞ്ഞു നിർത്തുന്നത് കോസ്റ്റ് ഇഫക്റ്റീവ് ആണെന്ന്. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, പഴയ രോഗികളെ നമ്മളിപ്പോ സ്ഥിരമായിട്ടും നമ്മൾ സെയിം ഒരു ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഒരു ഡോക്ടറെ തന്നെ ചൂസ് ചെയ്യുന്നവരുണ്ടാകും അല്ലെ. കുറെ പേര് അങ്ങനെ ഉണ്ടാകുമല്ലോ, ഉണ്ടോ? സ്ഥിരമായിട്ട് നമ്മൾ ഒരു ഡോക്ടറെ തന്നെയായിരിക്കും കാണുന്നത്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ നമുക്ക് അവർക്ക് കൂടുതൽ ഫെസിലിറ്റികളും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ചെയ്ത് കൊടുക്കുമ്പോൾ പഴയ പേഷ്യൻസിനെ നമുക്ക് അവിടെ കിട്ടും. അതായത് അവർ വേറൊരു ഹോസ്പിറ്റലിൽ തേടി പോവുകയാണ്. അതുപോലെ തന്നെ നല്ല ഫെസിലിറ്റികളും മറ്റും ലഭിക്കുമ്പോൾ മറ്റുള്ള പേഷ്യൻസുകളും അത് അറിഞ്ഞു വരും അല്ലെ. ആ ഹോസ്പിറ്റലിൽ ഇത്ര ഫെസിലിറ്റികളുണ്ട്, ദെൻ നല്ല ഡോക്ടേഴ്സ് ആണ്, നല്ല സ്റ്റാഫുകളാണ്, നമുക്ക് ഇതിന് പുറത്തു പോകേണ്ട ആവശ്യമില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു കേട്ട് അറിവിലൂടെ നമ്മൾ മറ്റുള്ളവരും എന്ത് ചെയ്യും, ന്യൂ പേഷ്യൻസ്, പുതിയ പേഷ്യൻസ് ആ ഹോസ്പിറ്റലിൽ തന്നെ വരും. റിട്ടേണിംഗ് പേഷ്യന്റ് വിൽ റിസൾട്ട് ഇൻ ഗ്രേറ്റർ ROI. ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്, അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ROI റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ. റിട്ടേൺ ഓൺ പേഷ്യന്റ്, അതായത് മടങ്ങി വരുന്ന പേഷ്യൻസ്, വീണ്ടും പുതിയ പുതിയ പേഷ്യൻസ് വരില്ലേ, അത് അവർക്ക് ഗ്രേറ്റർ ROI മീൻസ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഹോസ്പിറ്റലില് ഫ്രീ ട്രീറ്റ്മെന്റ് ആണോ ചെയ്യുന്നത്? ആണോ? അത്യാവശ്യം പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾ നിങ്ങൾക്ക് അറിയാലോ, നല്ലൊരു എമൗണ്ട് ആകും. ഒരു ചെറിയൊരു അസുഖമായിട്ട് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു എമൗണ്ട് ആകാറുണ്ട്. സോ അങ്ങനെ മടങ്ങി വരുന്ന പേഷ്യൻസ് ഇവർക്ക് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ്, ഒരു പ്രോഫിറ്റബിൾ ആണുള്ളത്. ഹാപ്പി പേഷ്യൻസ് ക്യാൻ ബി ഹോസ്പിറ്റൽ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ്. അണ്ടർലൈൻ ചെയ്യാം, ഹാപ്പി ആയിട്ടുള്ള പേഷ്യൻസ് ഹോസ്പിറ്റലിന്റെ ബെസ്റ്റ് അഡ്വക്കേറ്റ്സ് ആയിരിക്കുന്നത്. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? അവര് മറ്റുള്ളവരെ കൂടി പറഞ്ഞു കൊടുക്കുന്നു, നല്ല ഹോസ്പിറ്റലാണ് എന്നൊക്കെ പറഞ്ഞ് മറ്റുള്ളവർക്ക് കൂടി പറഞ്ഞ് സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. They will keep coming back to opt for services and even suggest the hospital to their friends and family. അങ്ങനെയുള്ള ബെസ്റ്റ് ഹാപ്പി ആയിട്ടുള്ള പേഷ്യൻസ് അവരുടെ മറ്റു ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലിക്കും സജസ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലെ. നമ്മളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ പോയി നല്ല ട്രീറ്റ്മെന്റ്സും നല്ല ഡോക്ടേഴ്സും അല്ലെങ്കിൽ വലിയ നമ്മൾ ഉദ്ദേശിച്ചതിലും പൈസ ചിലവൊന്നും വരുന്നില്ല എന്നുള്ള നമ്മൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും അത് സജസ്റ്റ് ചെയ്ത് കൊടുക്കും അല്ലെ. നല്ല ഹോസ്പിറ്റലാണ്, അങ്ങനെ തീർച്ചയായിട്ടും പോയിക്കോളൂ, വലിയ പൈസ എനിക്ക് അധികം മീൻസ് അങ്ങനെ പേയ്മെന്റ് ഒന്നും അധികം വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നല്ലൊരു കംഫോർട്ട് ആണെങ്കിൽ നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. Apart from providing quality care, employ some of the best patient procurement strategies to make their patient feel worth. എന്താണ് പറയുന്നത്? അതായത് സേവനങ്ങൾ തിരഞ്ഞെടുക്കുന്നതും സുഹൃത്തുക്കൾക്കും നമ്മൾ എന്ത് ചെയ്യും, നിർദ്ദേശിച്ചു കൊടുക്കും. അതുപോലെ തന്നെ പേഷ്യൻസിന് എംപ്ലോയ് സം ഓഫ് ദ ബെസ്റ്റ് പേഷ്യന്റ് പ്രൊക്യൂർമെന്റ്. എന്താ പ്രൊക്യൂർമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് അവർക്ക് നല്ലൊരു സേവനങ്ങളും മറ്റും കൊടുക്കാൻ, മീൻസ് സ്ട്രാറ്റജീസ് ടു മേക്ക് പേഷ്യന്റ് ഫീൽ വർത്ത്. പേഷ്യൻസിന്റെ ഫീല് ഒരു നല്ലൊരു ഫീൽ വരുത്താൻ വേണ്ടിയിട്ട് അവിടുത്തെ സ്റ്റാഫുകള് പേഷ്യൻസിന് നല്ലൊരു മീൻസ് അവരുടെ ഒരു അർപ്പണബോധം എന്നൊക്കെ പറയില്ലേ, കാഴ്ചവെക്കുന്നത്. അതായത് നല്ലൊരു പ്രകടനമായിരിക്കും പേഷ്യൻസിന് കാഴ്ചവെക്കുന്നത്. എങ്കിൽ നല്ലൊരു ഫെസിലിറ്റിയും കാര്യങ്ങളും ലഭിച്ചാൽ മാത്രമേ പേഷ്യൻസ് എന്ത് ചെയ്യുള്ളൂ, ഫാമിലിക്കും അല്ലെങ്കിൽ മറ്റു ഫ്രണ്ട്സിനും സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ആണോ? നിങ്ങൾക്ക് നല്ലൊരു അനുഭവം ഉണ്ടെങ്കിലേ നിങ്ങൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് നേരെ മറിച്ചൊരു മോശം അനുഭവമാണെന്ന് വിചാരിക്കുക,
ഹോസ്പിറ്റലിൽ പോയി ഭയങ്കര തൊട്ടതിനെ പിടിച്ചിട്ടൊക്കെ ഭയങ്കര പൈസയായി, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ഒരു സുഖമില്ല എങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ അവസ്ഥ? നിങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കും ആ ഹോസ്പിറ്റലിൽ പോണം എന്ന്? അറിയോ? ഇല്ല അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു കെയർ ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഈ ഒരു പോയിന്റിൽ പറയുന്നത്. ഇനി അതിന്റെ ഇംപ്ലിമെന്റിംഗ് സ്ട്രാറ്റജീസ് ഉണ്ട്. ദെൻ എന്തെല്ലാം കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ ചെയ്യാൻ പറ്റുന്നു ഈ ക്ലാസ്സിൽ പറയണോ? നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ? ഇനി ബോറായോ? കുറച്ചധികം കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം നമുക്കിനി. മതിയോ? ഓക്കെ, റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ. നെക്സ്റ്റ് ക്ലാസ്സിൽ മതി. ഓക്കെ, എനിക്കറിയാം കുറച്ചായിട്ട് അധികം കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ബോറിംഗ് ആകാം അല്ലെ? ഓക്കെ, അപ്പോ ഫിഫ്ത് റീസൺ വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഫിഫ്ത് റീസൺ തുടങ്ങി നമുക്ക് ഒന്നും കൂടി പറയാം. അപ്പോ ഇതുവരെ വായിക്കാട്ടോ നിങ്ങള്? ബോറായി തുടങ്ങി എല്ലാവർക്കും? ഇച്ചിരി ബോറായിട്ടുണ്ട് അല്ലെ? കണ്ടിന്യൂഷൻ എടുക്കാൻ പറ്റിയ ഒരു ടോപ്പിക് അല്ല എങ്കിലും കുഴപ്പമില്ല. ഇത്ര നേരം നിങ്ങൾ ഇരുന്നല്ലോ. അപ്പൊ ഓക്കെ, താങ്ക് യു ഓൾ.